പ്രഭാത കേരളം പുള്ളിൽ നിന്നാണ്. പുള്ള് മനോഹരമായ ഒരു ദേശമാണ് എന്ന് അശ്വതി പറഞ്ഞു. ആ മനോഹര കാഴ്ചകൾ കാണാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. കാര്യം സൂര്യൻ ഇതാ നമ്മുടെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെടുന്നതേയുള്ളൂ. സൂര്യൻ അല്പം കൂടി തെളിഞ്ഞാൽ മാത്രമേ പ്രേക്ഷകർക്ക് കാണാമായിരിക്കും. നമ്മുടെ പുറകിലൊക്കെ നമുക്ക് കുറച്ചുകൂടി നീങ്ങി അകലം പാലിച്ചാൽ പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞാണ് ഇവിടെ. കനത്ത മൂടൽമഞ്ഞുണ്ട്. അതൊരു നല്ല അന്തരീക്ഷം, നല്ല തണുപ്പുള്ള ഒരു പ്രഭാതം. ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതൊന്ന് മഞ്ഞൊന്ന് ഇപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്ന മനോഹരമായ കാഴ്ച നമുക്ക് നമ്മുടെ വലതുവശത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതും പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഒരുപാട് വാർത്തകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. പുള്ളിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നിരവധി വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. സമരവുമായി തുടങ്ങുകയാണ്. ഇവിടെ തണുപ്പാണെങ്കിലും അവിടെ UDFന്റെ സമര ചൂടിലാണ്. തിരുവനന്തപുരം മുതലല്ലേ കാസർഗോഡ് വരെ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം UDF കൺവീനർ MM ഹാസൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. ഒപ്പം മറ്റ് DCCയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും സമരം തുടങ്ങുകയും ചെയ്യും. BJPയുടെ സമരമുണ്ട്. മറ്റു വാർത്തകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലമായ വയനാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് തിരക്കിട്ട പരിപാടികളാണ്. അത് ഏറെക്കുറെ എല്ലാ പരിപാടികളും തത്സമയം തന്നെ പ്രേക്ഷകരിൽ എത്തും. അശ്വിൻ വല്ലത്തും ക്രൂവും അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. കൊച്ചിയിലേക്ക് വന്നാൽ കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ ഇന്ന് കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വരുന്നത്. കോടതി ഏത് രീതിയിലായിരിക്കും ഈ കേസിനെ പരിഗണിക്കുക എന്നുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ ഇന്നലെ തന്നെ ഒരുപാട് അതിന് പ്രാധാന്യം കൊടുത്ത ഉമ്മൻചാണ്ടിയുടെ ചികിത്സ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചികിത്സ, അത് അടുത്ത ദിവസം തന്നെ ബംഗളൂരുവിൽ തിരുവനന്തപുരത്ത് നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ ബംഗളൂരുവിലേക്ക് എത്തിച്ച ഉമ്മൻചാണ്ടിയുടെ ചികിത്സ അടുത്ത ദിവസം ആരംഭിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇന്നലെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ ആളുകൾക്ക് വലിയ സന്തോഷം, വലിയ സമാധാനമായിട്ടുണ്ടാകും. ഒരുപക്ഷെ എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്നതിൽ വലിയ ആശങ്കയുണ്ടായിരുന്ന ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം വീൽ ചെയറിൽ വന്ന് അദ്ദേഹത്തെ വാഹനത്തിലേക്കൊക്കെ മാറ്റുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഒരുപക്ഷെ അവർക്ക് വലിയ സമാധാനം ഉണ്ടായിട്ടെങ്കിൽ എങ്കിലും പഴയ ആ പ്രസരിപ്പുള്ള ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഇന്നലത്തെ ക്ഷീണിതനായ മുഖം കാണുമ്പോൾ ഒരു ചെറിയ സങ്കടവും. അത്തരത്തിൽ ആ വാർത്ത അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ദേശീയ തലത്തിലാണെങ്കിൽ ത്രിപുര തെരഞ്ഞെടുപ്പിന് എത്തിക്കഴിഞ്ഞു. ഇന്ന് പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സീതാറാം യെച്ചൂരി കോൺഗ്രസ് CPM ബന്ധത്തെക്കുറിച്ച് ന്യൂസ് 18നോട് സംസാരിച്ചിരുന്നു. കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് സഖ്യം ആകാം എന്നുള്ള അഭിപ്രായം അല്ലെങ്കിൽ നിലപാടാണ് യെച്ചൂരി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും തലസ്ഥാനത്തെ വാർത്താ ചൂടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഉമേഷ് ബാലകൃഷ്ണൻ അവിടെ തയ്യാറായിട്ടുണ്ട്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. അവിടെ വാർത്തയുടെയും സമരത്തിന്റെയൊക്കെ ചൂട് തുടങ്ങുകയാണ് എന്നറിയാം. ഞങ്ങളൊരു തണുത്ത പ്രഭാതത്തിൽ തൃശൂരിലെ പുള്ളിൽ ആണുള്ളത്. ഗുഡ് മോർണിംഗ്, പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. ഉമേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഒരുപക്ഷെ UDFന്റെ സമരമായിരിക്കാം. കാര്യം ബജറ്റ് അവതരണ വേളയിൽ തന്നെ തുടങ്ങിയ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കുറെ കൂടി ഓർഗനൈസ്ഡായി സംസ്ഥാനമൊട്ടാകെ സഭയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കുന്ന വാർത്തയാണ് വരുന്നത്. UDFന്റെ രാപ്പകൽ സമരമാണ് ഏറ്റവും പ്രധാനം, അല്ലേ ഉമേഷ്? അവിടെ നിന്നുള്ള ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് നിയമസഭാ സമ്മേളനം നടക്കുന്ന ദിവസങ്ങളിലെല്ലാം പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇത്തരത്തിലൊരു വലിയ ഓർഗനൈസ് ചെയ്ത വലിയൊരു പ്രതിഷേധത്തിന് തുടക്കം ആകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ UDFന്റെ രാപ്പകൽ സമരത്തിന്റെ പ്രത്യേകത. ഒരുപക്ഷെ കഴിഞ്ഞ സിൽവർ ലൈൻ സമരത്തിന് ശേഷം കോൺഗ്രസിന് പൊതുജന പിന്തുണയോടുകൂടി നടത്താൻ കഴിയുന്ന ഒരു സമരമായി അവർ ഇന്നത്തെ സമരത്തെ കാണുന്നുണ്ട്. വൈകിട്ട് 5 മണിക്കാണ് സമരം ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമരം. മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിൽ കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തും. സംസ്ഥാന തലത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരം ഉദ്ഘാടനം ചെയ്യുന്നത് UDF കൺവീനറാണ്. വൈകിട്ട് 5 മണിക്ക് UDF കൺവീനർ MM ഹസൻ സമരം ഉദ്ഘാടനം ചെയ്യും. നാളെയാണ് സമാപനം. നാളെ 11 മണിയോടുകൂടി പ്രതിപക്ഷ നേതാവ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രാവിലെയും രാത്രിയുമെല്ലാം സമരത്തിന്റെ ഒരു ആവേശം അത് മുറിയാതെ തുടർന്നു കൊണ്ടുപോകും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. സിൽവർ ലൈൻ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ വലിയ പിന്തുണ ഈ നേതാക്കളും അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പുറത്തുനിന്നും പൊതുജനങ്ങളിൽ നിന്നുമെല്ലാം കോൺഗ്രസിന് ലഭിച്ചിരുന്നു. സമാനമായൊരു പിന്തുണ
ബജറ്റിനെതിരെയുള്ള പ്രതിഷേധത്തിൽ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. എന്തായാലും വലിയൊരു ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ കൂടിയാലോചിച്ച് പങ്കെടുക്കാൻ കഴിയുന്ന പരമാവധി പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സമരം, ആ സമരത്തിലേക്ക് ഇന്ന് കടക്കുകയാണ് UDF. അതിനുശേഷം തുടർ സമരങ്ങൾ, ഈ സമരം ഇന്നത്തോടുകൂടി നാളത്തോടുകൂടി അവസാനിപ്പിക്കില്ല എന്നാണ് UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും പറയുന്നത്. വരും ദിവസങ്ങളിലും സമരം തുടർന്നു പോകുമെന്നും നേതൃത്വം പറയുന്നുണ്ട്. പരമാവധി ബജറ്റിന്റെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ബജറ്റ് എങ്ങനെ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നു അവയെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടുതൽ സമരങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്നാണ് UDF നേതൃത്വം പറയുന്നത്. അതേസമയം BJPയും സമരരംഗത്തുണ്ട്. ഇന്ന് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 11 മണിയോടുകൂടി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. ഈ മാർച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. മുൻപ് യുവമോർച്ചയുടെ സമരങ്ങളും അതിനു മുൻപ് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളും. ഉമേഷ്, ഒരു മിനിറ്റ് തുടരുക, മറ്റു വാർത്തകളിലേക്ക് വരാം. പുള്ളിൽ സൂര്യോദയം കാണാനായിരിക്കുകയാണ് ഇപ്പോൾ. സമയം 7 മണി കഴിഞ്ഞ് 7 ഞങ്ങൾ പ്രഭാത കേരളം തുടങ്ങുമ്പോൾ പറഞ്ഞു ഒരല്പം കൂടി കഴിഞ്ഞാൽ മാത്രമേ പുള്ളിന്റെ മനോഹാരിത ദൃശ്യമാകൂ എന്ന കാര്യം. നമ്മളിവിടെ വന്നിറങ്ങുമ്പോൾ കോടമഞ്ഞായിരുന്നു, തൊട്ടടുത്ത് പോലും ഉള്ള കാഴ്ചകൾ കാണാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഇതാ പുള്ളിൽ നിന്ന് നോക്കുമ്പോൾ ചക്രവാളത്തിൽ സൂര്യോദയം ആണ്. സൂര്യോദയത്തിന്റെ മനോഹര ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൃശൂരിൽ നിന്ന് കഷ്ടിച്ച് 12-13 കിലോമീറ്റർ മാത്രം അകലെ ചാഴൂർ ഗ്രാമപഞ്ചായത്തിലാണ് പുള്ള് ഉള്ളത്. ചാഴൂരിന്റെയും അരിമ്പൂർ പഞ്ചായത്തിന്റെയും അതിർത്തിയിലുള്ള പാലത്തിൽ നിന്നാണ് ഈ ദൃശ്യം നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇത് വളരെ വേഗം ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നു വരികയാണ് പുള്ള് എന്ന് പറയുന്ന പ്രദേശം. ഗ്രാമവാസികൾക്ക് വലിയ സന്തോഷമാണുള്ളത്. അത് പുള്ളിന്റെ ഒരു മുഖം മാറുന്നുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും പുള്ളിനെ കുറിച്ച് കേട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകൾ ഒരുപാട് പേരാണ്. രാവിലത്തെയും വൈകുന്നേരത്തെയും വൈബ് വ്യത്യസ്തമാണ്. ഇവിടെ ഈ സൂര്യോദയം കാണാനായി വരുന്നവരുണ്ട്, ഒപ്പം സൂര്യാസ്തമയം ഇവിടുത്തെ ഗംഭീരമാണ് എന്ന് പറയുന്നു. കാരണം ഫാമിലി ആയിട്ട് ഇവിടെ ഒരുപാട് പേര് കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ വരുന്ന, വളരെ സമാധാനമായി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇങ്ങോട്ടേക്ക് വന്ന് ഈ ജോലിഭാരമൊക്കെ ഒന്ന് മറന്ന് എല്ലാ തരത്തിലും കഷ്ടിച്ച് 15 മിനിറ്റ് യാത്ര ചെയ്യുമ്പോൾ ടൗണിന്റെ ഒരു പട്ടണത്തിന്റെ എല്ലാ അന്തരീക്ഷവും മാറി എല്ലാ അർത്ഥത്തിലും ഒരു പക്ഷെ പലരും സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഗ്രാമീണ ഭംഗി എല്ലാ തലത്തിലും കോൾപ്പാടങ്ങൾക്കിടയിലൂടെയുള്ള വഴി, അതുവഴിയുള്ള സഞ്ചാരം, ഒപ്പം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത താമരപ്പാടം ഉണ്ട് ഇവിടെ എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോ ഉണ്ടോ നമുക്കറിയില്ല, അത് സീസണിലാണോ എന്നറിയില്ല. എന്തായാലും പുള്ളിന്റെ ഇപ്പോഴുള്ള കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഒപ്പം നെൽകൃഷിയാണ് പ്രധാനം കോൾപ്പാടത്ത്. ഒപ്പം ഈ വേനൽ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവിടെ മത്സ്യകൃഷിയും, മഴക്കാലമാകുമ്പോഴേക്കും മത്സ്യകൃഷിയും മത്സ്യസമ്പത്ത് ഒരുപാടുള്ള സ്ഥലമാണ്. ബണ്ടുകളൊക്കെ ശക്തിപ്പെടുത്തി ഇതെല്ലാം മത്സ്യപ്പാടങ്ങളായി മാറുക. അതെ, ഒരുപാട് പേര് ഇവിടെ മീൻ വാങ്ങാനായിട്ട്, മീൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്, മത്സ്യഭക്ഷണമാക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള വെറൈറ്റി മീനൊക്കെ. മറ്റൊരു പ്രത്യേകത, ഈ പുള്ളിന്റെ മുഖം മാറുന്നു എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രത്യേകത, രണ്ട് സൈഡിലും ഈ റോഡ് സൈഡിൽ രണ്ടും നമുക്ക് ഇഷ്ടംപോലെ തട്ടുകടകൾ കാണാം. അത് നാടൻ വിഭവങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പൊ വൈകുന്നേരങ്ങളിലാണ് ആ തട്ടുകടകൾ തുറന്നിട്ടില്ല, തുറന്നു വരും എന്ന് തട്ടുകടകളുടെ ദൃശ്യങ്ങളൊക്കെ അതെ സൈഡിൽ. വിനോദസഞ്ചാരികൾക്കായിട്ട് കുട്ടവഞ്ചി സവാരിയുമുണ്ട്. കുട്ടവഞ്ചി കാണിക്കാൻ ഒരു അല്പം കഴിഞ്ഞ് കുട്ടവഞ്ചിയുടെ ആൾക്കാരൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ പുലർച്ചെ എത്തി എന്ന് മാത്രം. എന്തായാലും കുട്ടവഞ്ചി സവാരിയും ഒക്കെ കാണാം. ഒപ്പം പുള്ളിന്റെ മനോഹര ദൃശ്യങ്ങളും. മറ്റൊന്ന്, ഇവിടെ വരുന്ന ദേശാടന കിളികളാണ്. പല സമയത്ത് പല ഇനം കിളികൾ. നമുക്ക് പക്ഷികളെ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ പക്ഷികളെ അത്ര അടുത്തറിയുന്നവർക്ക് അതിന്റെ ഇനം ഒക്കെ തിരിച്ചറിയാൻ പറ്റുള്ളെങ്കിൽ നമുക്ക് ഒരുപാട് ദേശാടന പക്ഷികളെ കാണാൻ പറ്റുന്ന, അതിന്റെ ഒരുമിച്ച് പറക്കലൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പുള്ള്. അപ്പോ പുള്ളില് ഇപ്പോ ഈ കാലാവസ്ഥ, ഈ ക്ലൈമറ്റ് കുറച്ച് മാറി വരുന്നുണ്ട്. ഇപ്പൊ ഈ സാർ പറഞ്ഞതുപോലെ ഈ സൂര്യൻ ഉദിച്ചു വരുമ്പോ അതിന്റെ ഒരു മനോഹാരിത ഒന്ന് വേറെയാണ്. നേരത്തെ മഞ്ഞ് മൂടിക്കിടന്നപ്പോ അതിന്റെ ഒരു ഭംഗി അത് മാറി ഇപ്പോ സൂര്യൻ ഉദിച്ചു വരുന്ന മനോഹരമായ കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലെ? ഇവിടെ വന്ന് അനുഭവിച്ച് അത് അറിയാൻ പറ്റുള്ളൂ. കണ്ട് അറിയേണ്ട കാഴ്ച തന്നെയാണ് ഇത്. പക്ഷേ നമ്മൾ പറഞ്ഞു വരുമ്പോൾ വിനോദസഞ്ചാര കേന്ദ്രമായി വികസിക്കുന്നു എന്ന് പറയുമ്പോൾ ഞെട്ടലോടെ വേണം അത് ആലോചിക്കാൻ. വികസിച്ച് ഇവിടെ ഒരു കോൺക്രീറ്റ് വനമായി മാറാതിരിക്കട്ടെ. പുള്ളിന്റെ പുഞ്ചപ്പാടവും ഈ കായൽ കൃഷിയും കായലിലെ പുഞ്ചകൃഷിയും കായലിലെ മത്സ്യകൃഷിയും ഈ കുട്ടവഞ്ചി സവാരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. ആകെ ഉള്ളത് ഒന്ന് വൃത്തിയായി സൂക്ഷിക്കാൻ പഞ്ചായത്തിനും സർക്കാരിനും ഇടപെടാം എന്നതിനപ്പുറത്തേക്ക് ഇതിലേക്ക് കൂടുതൽ വികസനത്തിന്റെ ആ ഒരു ആർട്ടിഫിഷ്യൽ
അത് എത്താതിരിക്കട്ടെ എന്നും നമുക്ക് ആശംസിക്കാം. എന്തായാലും ധനേഷ് അവിടെ സൂര്യന്റെ ഭംഗി, ഉദയസൂര്യന്റെ സർവ്വകാന്തിയും സർവ്വ തേജസ്സും പകർത്തുമ്പോൾ ഇവിടെ പാവം പ്രജിത്ത് ഞങ്ങളെ നോക്കി നിൽക്കുകയാണ്. ഉമേഷ് ക്ഷമിക്കണം, ഉമേഷ് അവിടെ കാര്യമായ ചൂടുള്ള വാർത്തകൾ പറയുമ്പോഴും ഈ സൂര്യോദയ ദൃശ്യങ്ങൾ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് ഉണ്ടായിരുന്നു. ഉമേഷ് പിന്നെ ആലോചിക്കുന്നുണ്ടാവും, ഞങ്ങളിവിടെ രാപകൽ സമരം റിപ്പോർട്ട് ചെയ്യുന്നു. രാവിലെ പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പ്രഭാത കേരളത്തിന്റെ ലക്ഷ്യവും അതാണ്. പ്രഭാത കേരളം പ്രേക്ഷകർ കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ഗൗരവമുള്ള വാർത്തകളിലേക്ക് പോകും. ഒരു രാവിലെ നല്ല വാർത്ത കിട്ടുക, നല്ല കാഴ്ച കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസത്തിന്റെ തുടക്കമാണ്. പ്രധാന വാർത്തകൾക്കൊപ്പം നല്ല കാഴ്ചകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഉമേഷിനെ ഇന്ററപ്റ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് പോയത്. ഉമേഷിലേക്ക് തന്നെ നമുക്ക് വരാം. യെസ്, ഉമേഷ് അടുത്ത വാർത്ത ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത് ഇന്നലെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഉമ്മൻചാണ്ടിയെ തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരിലേക്ക് അദ്ദേഹം നേരത്തെ ചികിത്സ തേടിയിരുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ചികിത്സ എങ്ങനെ, എപ്പോൾ എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഉമേഷ്? നമ്മൾ ഇന്നും ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. അപ്പോഴും ഇന്ന് പൂർണ്ണമായി ചികിത്സ ആരംഭിക്കില്ല, കൂടുതൽ പരിശോധനകൾ ഇനി നടത്താനുണ്ട് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഇന്ന് കൂടി പരിശോധനകൾ നടത്തും. കൂടാതെ കുറച്ചുകൂടി, അതായത് ബാംഗ്ലൂരിലെ ആശുപത്രി ഇന്ത്യയിലെ തന്നെ പ്രധാന ക്യാൻസർ ചികിത്സാ പ്രത്യേകതയുള്ള ആശുപത്രിയാണ്. അവർ പ്രാഥമിക പരിശോധനകൾ മാത്രമാണ് ഇന്നലെ നടത്തിയത്. അതിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിന് തൊണ്ടയിൽ ക്യാൻസർ ആണോ, ക്യാൻസറിന്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായി പരിശോധിച്ചത്. ഇനി പെറ്റ് സ്കാൻ അടക്കം ഒന്നുകൂടി ചെയ്യാനുണ്ട്. അതിനുശേഷം ഈ റിപ്പോർട്ടുകൾ കുടുംബാംഗങ്ങൾക്ക്, അതായത് ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾക്ക് അടുത്ത വിശ്വാസമുള്ള മറ്റ് ചില ഡോക്ടർമാർ കൂടിയുണ്ട്, അവരുമായി കൂടി കൺസൾട്ട് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അതായത് കേരളത്തിലെ തന്നെ കൊച്ചിയിലെ പ്രധാന ആശുപത്രിയിലെ ചില ഡോക്ടർമാരുമായി കൂടി കൺസൾട്ട് ചെയ്ത് എങ്ങനെയാണ് തുടർ ചികിത്സ വേണ്ടത് എന്നുള്ള രീതിയിൽ ഈ രണ്ട് ആശുപത്രിയിലെയും ഡോക്ടർമാരുമായി ഒന്നുകൂടി കൺസൾട്ട് ചെയ്ത ശേഷം മാത്രമേ ആരംഭിക്കുകയുള്ളൂ എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ വിശദമായുള്ള പരിശോധനകൾ നടത്തും. ജർമ്മനിയിൽ നേരത്തെ പരിശോധന നടത്തിയപ്പോഴും ചെറിയൊരു ഗ്രോത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ക്യാൻസറായി മാറിയില്ല എന്നുള്ള വിവരങ്ങളല്ല, അല്ലെങ്കിൽ അത്തരമൊരു അഭിപ്രായങ്ങളും റിപ്പോർട്ടുകളുമാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്നായിരുന്നു നേരത്തെ ഇന്റർവ്യൂവിൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. എന്തായാലും തുടർ ചികിത്സകൾക്ക് മുൻപ് ഒന്നുകൂടി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ചികിത്സകൾ അങ്ങനെ അദ്ദേഹത്തിന്റെ ആരോഗ്യനിധി, അതായത് തൊണ്ടയുടെ പ്രശ്നം മാത്രമല്ല, അദ്ദേഹത്തെ ന്യൂമോണിയ കഴിഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുപോയതാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ ഒരു എനർജി അത്രത്തോളം പഴയ രീതിയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചികിത്സ തുടങ്ങുന്നതിന് മുൻപ് എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വിശദമായി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ചികിത്സയിലേക്ക് കടക്കുക. അതുകൂടാതെ ഈ റിപ്പോർട്ടുകൾ ഈ പറയുന്നത് പോലെ കേരളത്തിലെ വിദഗ്ധരായ 2 ഡോക്ടർമാരുണ്ട്, അവരുമായി കൂടി ക്രോസ് ചെക്ക് ചെയ്യും. ക്രോസ് ചെക്ക് ചെയ്ത് ശേഷം മാത്രമായിരിക്കും അത്തരമൊരു ചികിത്സയിലേക്ക് പോവുക. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇന്നലെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴും ആരോഗ്യനില തൃപ്തികരമാണ്. ഇനി ആ തൊണ്ടയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരു പരിഹരിക്കാൻ എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ന്യൂമോണിയ ബാധയെ തുടർന്നായിരുന്നു തിരുവനന്തപുരത്ത് നിംസ് ആശുപത്രിയിലേക്ക് ആദ്യം മാറ്റിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു പോകുന്നത്. ഇന്നിപ്പോൾ ഒരാഴ്ചയാവുകയാണ്, ഇന്ന് അടുത്ത തിങ്കളാഴ്ചയാവുകയാണ്. എന്തായാലും അതിന് മുൻപ് തന്നെ ഇന്നലെയോടുകൂടി, അതിനു മുമ്പ് അതായത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയോടുകൂടി തന്നെ ന്യൂമോണിയ ബാധ ഒരു പരിധിവരെ കുറഞ്ഞിരുന്നു. അതിനുശേഷം ഇന്നലെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച ഓരോ അപ്ഡേറ്റുകൾക്കും എല്ലാ മലയാളികളെയും പോലെ നമ്മളും കാത്തിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകാനാകും. പ്രദീപ്. ശരി ഉമേഷ്, താങ്ക് യു വെരി മച്ച്. ഉമേഷിന് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒപ്പം ഉമേഷ് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയുടെ ആ ഒരു അനാവശ്യ വിവാദം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിവാദം നമുക്ക് ക്ലോസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാമെന്ന് തോന്നുന്നു. ശരി, അപ്പൊ ഉമേഷ് വാർത്തകളുടെ ലോകത്തേക്ക് ഊളിയിടത്തെ ഞങ്ങൾ പുള്ളിൽ തുടരുകയാണ്. ഇനി നമുക്കൊന്ന് കൊച്ചിയിൽ പോയി വരാം. സുബി വിശ്വനാഥൻ അവിടെയുണ്ട്. കൊച്ചിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന 2 പ്രധാന വാർത്തകൾ. ഒന്ന് തീർച്ചയായിട്ടും UDFന്റെ സമരം സംബന്ധിച്ച ഒരുക്കങ്ങളാണ്. 2 കളമശ്ശേരിയിലുണ്ടായ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വിവാദം, അത് കോടതിയിലേക്ക് എത്തുമ്പോൾ ഇന്ന് കോടതിയിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. സുബി വിശ്വനാഥൻ, വെരി ഗുഡ് മോർണിംഗ്. പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. എന്താണ് കൊച്ചിയിലെ വാർത്താ അജണ്ട?
ഗുഡ് മോർണിംഗ് പ്രദീപ്. ഗുഡ് മോർണിംഗ് അശ്വതി. വലിയ ഒരു വാർത്താ ദിനം തന്നെയാണ് ഇന്ന്. തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ നിരവധി വാർത്തകൾ വരുന്ന ദിവസമാണ്. കൊച്ചിയെ സംബന്ധിച്ച് ഇന്ന് നിരവധി വാർത്തകളാണ്. UDFന്റെ രാപ്പകൽ സമരം നടക്കുന്നു, അതിൽ ആരെല്ലാം പങ്കെടുക്കുന്നു, അതിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നു. മറ്റൊന്ന്, കേരളത്തെ തന്നെ ഞെട്ടിച്ച കളമശ്ശേരി ജനന സർട്ടിഫിക്കറ്റ് വിവാദമാണ്. അതിലെ 2 പ്രതികൾ എന്ന് നമുക്ക് പറയാവുന്ന 2 പേർ അവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ആ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയാണ്. ഹൈക്കോടതിയിലേക്ക് വരികയാണെങ്കിൽ ജനങ്ങൾക്ക് ഏറെ താല്പര്യമുള്ള കേസുകളുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ ഉണ്ണി മുകുന്ദന്റെ കേസ്. ഉണ്ണി മുകുന്ദൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള കേസ്, അത് ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അതിൽ പറയാനുള്ളത് സൈബി ജോസ് കിടങ്ങൂരായിരുന്നു അതിനുവേണ്ടി ഹാജരായിരുന്നത്. അതിനുശേഷം പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നിരവധി വാർത്തകൾ. മുളന്തുരുത്തിയിൽ ഇപ്പോഴും സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുളന്തുരുത്തിയിലെ ദേവാലയത്തിൽ ആ വാർത്തകളിലേക്കാണ് ഇന്ന് കൊച്ചി തുറക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഏറ്റവും ആദ്യം നമുക്ക് കളമശ്ശേരിയിലെ ജനന സർട്ടിഫിക്കറ്റ് വിവാദത്തിലേക്ക് തന്നെ കടക്കാം. ജനന സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ആയിരുന്ന അനിൽകുമാറിന്റെയും അതുപോലെ തന്നെ വ്യാജരേഖ ചമച്ചുകൊണ്ട് കുട്ടിയെ ദത്തെടുത്ത അനൂപിന്റെയും അനിൽകുമാറിന്റെയും ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളാണ് ഇന്ന് പരിഗണിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷകൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. ഇതിലേക്ക് പ്രധാനം എന്ന് പറയുന്നത് അനിൽകുമാർ ഈ കാര്യത്തിൽ കുറ്റം ചെയ്തു എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് കൂടെ പരിഗണിച്ച ശേഷമായിരിക്കും മുൻകൂർ ജാമ്യം നൽകണോ എന്ന കാര്യം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും കൂടിയും ഇതിൽ പോലീസ് അന്വേഷണം ഇപ്പോഴും മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CWCയും ആരോഗ്യവകുപ്പും അവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ, അതിനുശേഷം പോലീസ് അന്വേഷണത്തിലേക്ക് കടക്കാം എന്നാണ് ഇക്കാര്യത്തിൽ നേരത്തെ തൃക്കാക്കര ACP പ്രതികരിച്ചത്. അദ്ദേഹത്തിനാണ് ഈ കേസിന്റെ ഒരു അന്വേഷണ ചുമതലയുള്ളത്. ഏതായാലും അതിലേക്ക് പോലീസ് കടക്കും എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊന്ന് UDFന്റെ രാപ്പകൽ സമരമാണ്. അത് ഈ രാപ്പകൽ സമരം, ഭാരത് ജോഡോ യാത്ര, അതിനുശേഷം വന്ന ഭവന സന്ദർശനം, ഇതിനെല്ലാം ശേഷം നടക്കുന്ന രാപ്പകൽ സമരവും അതും വൻ വിജയമാക്കാൻ സാധിക്കും എന്നാണ് UDF പ്രവർത്തകരും UDF നേതാക്കളും പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ ഒരു ഘട്ടത്തിൽ നടക്കുന്നു. മറ്റൊന്ന്, ഉണ്ണി മുകുന്ദന്റെ കേസ്, ഹൈക്കോടതിയിലുള്ള ഉണ്ണി മുകുന്ദന്റെ കേസ്. ആ കേസിൽ ഉണ്ണി മുകുന്ദൻ, പരാതിക്കാരി പറഞ്ഞത് തനിക്ക് തന്റെ ഒപ്പ് വ്യാജമായി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഉണ്ണി മുകുന്ദൻ ഇതിൽ ഒത്തുതീർപ്പുണ്ടായി എന്ന് കോടതിയെ അറിയിച്ചത്. അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരാണ് അങ്ങനെ ചെയ്തത് എന്ന് കോടതിയെ അറിയിക്കുകയും അതിൽ കോടതി ഇടപെടൽ ഉണ്ടാവുകയും സ്റ്റേ നീക്കുകയും ചെയ്തിരുന്നു ഹൈക്കോടതി. അതിൽ ഇന്ന് ഉണ്ണി മുകുന്ദനോട് മറുപടി സത്യവാങ്മൂലം നൽകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ഇന്ന് അക്കാര്യത്തിൽ ഉണ്ണി മുകുന്ദൻ മറുപടി സത്യവാങ്മൂലം നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ കേസാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കേസ്. 5-6 വർഷങ്ങൾക്ക് മുമ്പ് നടി ആക്രമിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു, ഞെട്ടിക്കുന്ന ഒരു സംഭവം. ആ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ പ്രധാന പ്രതിയായ പൾസർ സുനി വീണ്ടും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം ജാമ്യാപേക്ഷയിൽ പറയുന്നത് വിചാരണ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തനിക്ക് ജാമ്യം നൽകണം എന്നാണ് പൾസർ സുനി പറയുന്നത്. അതിനോട് PV കുഞ്ഞികൃഷ്ണൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നാണ് നോക്കാനുള്ളത്. ഒപ്പം തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു പറഞ്ഞിരിക്കുന്നത്, വിചാരണ തീരേണ്ട കാലം എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അതിന്റെ വിചാരണ നടക്കുന്നത്. അത് ജനുവരി 31-നകം തീരേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് വിചാരണ തീരും എന്ന കാര്യം ഹൈക്കോടതി ആരാഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത് എന്ന് തീർക്കും എന്ന തീരുമാനവും ഇന്ന് വിചാരണ കോടതി അറിയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുശേഷം പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് തീരുമാനം എടുക്കും എന്നതും നോക്കിക്കാണേണ്ടത് തന്നെയാണ്. അശ്വതി. ശരി സുവി, അപ്പോ വാർത്തകൾ നിറഞ്ഞ ഒരു ദിവസമാണ് കൊച്ചിയിലും ഇന്നുള്ളത്. പ്രഭാത കേരളം തുടരുന്നത് പുള്ളിൽ നിന്നാണ്. തൃശൂർ ജില്ലയിൽ തൃശൂർ പട്ടണത്തിൽ നിന്ന് കഷ്ടിച്ച് 12-13 കിലോമീറ്റർ അകലെ ആണ് ചാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെയും അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തിയിലാണ് ഈ മനോഹരമായ ഗ്രാമം. എത്ര വർണ്ണിച്ചാലും
മതി വരില്ല. കാര്യം ഇപ്പൊ നിൽക്കുന്നത് സൂര്യന് അഭിമുഖമായാണ്. സൂര്യൻ പൂർണ്ണമായിട്ട് അല്ലെ ഉയർന്നു വന്നിട്ടുണ്ട്, ഉദിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു മനോഹാരിത ഒന്ന് വേറെ തന്നെയാണ്. ഈ കോൾപ്പാടങ്ങൾ ഒരു കൃഷിയുടെ ഒരു വലിയൊരു ചരിത്രം അല്ലെ, ഒരു വിജയത്തിന്റെ ചരിത്രം കൂടി ഈ പ്രദേശത്തിന് പറയാനുണ്ട്. ഈ പുഞ്ചപ്പാടം വർഷത്തിൽ പകുതിയിലധികം സമയം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഈ കോൾപ്പാടങ്ങളുടെ പ്രത്യേകത. അതായത് ആഴം കുറഞ്ഞ കായൽ, അതിനെയാണ് നമ്മൾ കോൾപ്പാടം എന്ന് പറയുന്നത്. അവിടെ രണ്ട് കൃഷി നടത്താം. ഞാൻ നേരത്തെ പറഞ്ഞ നെൽകൃഷിയും നടത്താം, ഒപ്പം മത്സ്യകൃഷി നടത്താം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അപ്പൊ അവിടെ ഈ വലിയ വെള്ളക്കെട്ടുള്ള സ്ഥലത്തുനിന്ന് വെള്ളം വാർത്തിക്കളഞ്ഞ് ആവശ്യത്തിന് മാത്രം വെള്ളം നിർത്തി ഇവിടുത്തെ കർഷകരുടെ കൂട്ടായ്മയെ എന്തായാലും ഈ പ്രഭാത കേരളത്തിൽ സല്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ വളരെ വിജയകരമായി പുഞ്ചകൃഷി നടത്തുകയാണ് ഇവിടെയുള്ള ആൾക്കാർ. മനോഹര ദൃശ്യങ്ങളാണ് സൂര്യോദയം. നമുക്കറിയാം തൃശ്ശൂരും മലപ്പുറത്തുമാണ് ഈ കോൾപ്പാടങ്ങൾ കൂടുതലുള്ളത്. 10,000-കണക്കിന് ഏക്കർ കോൾപ്പാടങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് ഇതിനെ സംരക്ഷിക്കുന്ന ആളുകളുടെ ലക്ഷ്യവും. അവർ അതിനുവേണ്ടിയുള്ള പ്രയത്നം തുടരുകയുമാണ്. ഈ പാടം നികത്തി കെട്ടിടം വെച്ചുകൊള്ളട്ടെ എന്ന് അപേക്ഷയുമായി വരുന്നവർ ഇതും കൂടി ഒന്ന് കാണണം. ഇതും കൂടി ഉണ്ടെങ്കിലേ വയറ് നിറയൂ. അല്ല എന്നുണ്ടെങ്കിൽ ആന്ധ്രയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഒക്കെ ഉള്ള ലോറി ഗതാഗതം എന്ന് നിലയ്ക്കുന്നുവോ അന്ന് പട്ടിണിയാവുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഇനി ബാക്കിയുള്ളവയെങ്കിലും നമുക്ക് സംരക്ഷിക്കണം. ഒപ്പം ഈ നേരത്തെ പറഞ്ഞ ദേശാടന കിളികളുടെ ഒരു കേന്ദ്രം കൂടിയാണ് പുള്ള് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് അവരെ ആകർഷിക്കുന്നത്. വെള്ളമുണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളമുണ്ട്, ചതുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ചതുപ്പുണ്ട്. അത്തരത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ദേശാടന പക്ഷികൾ ഇവിടേക്ക് വരാറുള്ളത്. അത് നമുക്ക് മനോഹര കാഴ്ച നൽകുന്നത്. ഇപ്പൊ മഞ്ഞൊക്കെ ഒന്ന് മാറി വരുന്നു. സമയം 7:20. ഇപ്പോഴും പ്രജിത്തിന്റെ പിൻഭാഗത്ത് മുഴുവൻ മഞ്ഞുമൂടി തന്നെ കിടക്കുകയാണ്. നമ്മുടെ പിന്നിലാണ് കുട്ടവഞ്ചികളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴാണ് മഞ്ഞൊന്ന് മാറിയപ്പോഴാണ് കുട്ടവഞ്ചി സവാരി മനസ്സിലാകുന്നത്. നമുക്ക് കുട്ടവഞ്ചി ഉണ്ട് ഇവിടെ. അതിന്റെ റേറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ആ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇവിടെ പുള്ളിൽ വന്നിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട അല്ലെ. നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. തൃശ്ശൂരിലെ കണ്ടിരിക്കേണ്ട 10 ഇടങ്ങളിൽ ഒന്നായി മസ്സി എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് പുള്ളിൽ വരണമെങ്കിൽ അതിരാവിലെ വരണം ഒന്ന്, അല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യയോടടുക്കുമ്പോൾ വന്നാൽ ഒന്നുകിൽ സൂര്യനെ സ്വാഗതം ചെയ്യണം, അതല്ലെന്നുണ്ടെങ്കിൽ ഗുഡ് ബൈ പറയാൻ വരണം എന്ന് ചുരുക്കം. രാവിലത്തെ കാഴ്ച പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം ഇതൊരു പട്ടണത്തിനടുത്താണോ എന്ന് സംശയിച്ചു പോകുന്ന രീതിയിലായിരുന്നു വരുന്ന വഴിയിലുള്ള കോടമഞ്ഞും പാടത്തിന് നടുവിലൂടെയുള്ള വരുന്ന വഴിയുടെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളിന്റെ ഒരു പ്രത്യേകത പറയാൻ മറന്നുപോയി. മറ്റൊരു പ്രത്യേകത മഞ്ജു വാര്യരുടെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നായിക മഞ്ജു വാര്യരുടെ വീട് പുള്ളിലാണ്. നമ്മളിപ്പോ വരുന്ന വഴിക്ക് മഞ്ജു വാര്യരുടെ വീട് കടന്നാണ് വന്നത്. പുള്ളിലെ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഇതാണ് മഞ്ജു വാര്യരുടെ വീട്, അല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ ജന്മഗൃഹം എന്ന് നമ്മുടെ ക്യാമറാമാനോൻ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും പുള്ളിന്റെ മനോഹാരിത അവിടെയും അല്ലെ. മഞ്ജു വാര്യർ നല്ല മനോഹരമായ മനോഹരിയാണ്. അതുകൊണ്ട് തന്നെ ഈ പുള്ളിന്റെ മനോഹാരിത അവിടെയും ഉണ്ട്. അതുപോലെയൊക്കെ തന്നെയാണ് ഈ പുള്ളും. കൂടുതൽ പുള്ളിലെ കാഴ്ചകൾ കാണാം, കുട്ടവഞ്ചി കാണാം, മറ്റു വിശേഷങ്ങൾ കേൾക്കാം. വാർത്തകളുടെ ലോകത്തേക്ക് ഒന്നുകൂടി നമുക്കൊന്ന് ഊളിയിട്ട് വരാം. ഇപ്പോൾ പ്രസാദ് ഒരു വാർത്തയുമായി ചേരുകയാണ്. പാലക്കാട്ട് നിന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കരുതൽ തടങ്കലിലാക്കിയിരിക്കുകയാണ് പാലക്കാട്ട്. ഇന്ന് മുഖ്യമന്ത്രി അവിടെ ചില പരിപാടികളിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധം തടയാനാണ് ഈ കരുതൽ തടങ്കൽ അല്ലെങ്കിൽ അറസ്റ്റ് എന്നാണ് പറയുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് 7 യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തത്. പ്രസാദ്, ഈ മുഖ്യമന്ത്രി വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത്തരം വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധത്തിനുള്ള കാര്യമായ തയ്യാറെടുപ്പുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകളോ നേരത്തെ വന്നിരുന്നോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രദീപ്. അശ്വതി, 7 നേതാക്കളെയാണ് ഇപ്പോൾ കരുതൽ തടങ്കലിലാക്കിയിട്ടുള്ളത്. ഇന്ന് മുഖ്യമന്ത്രിക്ക് പാലക്കാട് ജില്ലയിൽ 3 പരിപാടികളാണുള്ളത്. 2 പരിപാടികൾ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമാണ്. പാലക്കാട് CPM ഏരിയ ഓഫീസ് കെട്ടിട ഉദ്ഘാടനം രാവിലെ 11 മണിക്കും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് ആലത്തൂർ ഏരിയ കമ്മിറ്റി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം. അതിനുശേഷം ആലത്തൂർ തന്നെ BSS ഗുരുകുലം സ്കൂളിന്റെ വാർഷിക ആഘോഷങ്ങളുടെ സമാപനം. ഇതും 3 പരിപാടികളാണ് മുഖ്യമന്ത്രിക്കുള്ളത്. എന്നാൽ മുഖ്യമന്ത്രി വരുന്നതനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം നടത്തുമെന്നുള്ള കരുതിയാണ് ഇപ്പോൾ പോലീസ് 7 നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് ചെറാഡ്,
പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് പ്രശോഭ്, മുൻ മണ്ഡലം പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ തുടങ്ങി 7 നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വലിയ പ്രതിഷേധം ഇവർ പറയുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് വീട്ടിലെത്തി പാലക്കാട് സൗത്ത് പോലീസിൽ നിന്നുള്ള ആളുകൾ 2 ജീപ്പുകളിലും മറ്റുമായി വന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടുവന്നതെന്നൊക്കെയാണ് ഇവർ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും CPM മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രതിഷേധം പ്രതിഷേധം ഉണ്ടാകുമെന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ 7 പേരെയും കരുതൽ തടങ്കലിലാക്കിയിട്ടുള്ളത്. ശരി പ്രസാദ്. അപ്പോൾ ഇനി വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ അശ്വിൻ വല്ലത്ത് കോഴിക്കോട് നിന്ന് വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്യാനായി. ഭാരത് ജോഡോ യാത്രയുടെ വിജയത്തിന്റെ ഒരു ശോഭയിലാണ് വയനാടിന്റെ ലോക്സഭാംഗം കൂടിയായ രാഹുൽ ഗാന്ധി. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വലങ്കൈ കൂടിയായ KC വേണുഗോപാൽ മറ്റൊരു പുതിയ പദ്ധതിക്ക്, ഭാരത് ജോഡോയ്ക്ക് ശേഷം ഹാത്ത് സെ ഹാത്ത് ജോഡോ എന്ന് പറയുന്ന ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കം കുറിച്ചു കൊച്ചിയിൽ. എന്തായാലും അശ്വിൻ, ഇന്ന് തിരക്കിട്ട പരിപാടികളാണ് അല്ലെ രാഹുൽ ഗാന്ധിക്ക് മണ്ഡലത്തിലുടനീളം ഉള്ളത്. എന്തൊക്കെയാണ് ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള വാർത്തകൾ? ഇന്ന് അവിടെ രാഹുൽ ഗാന്ധിയുടെ പരിപാടികൾ എന്തൊക്കെയാണ്? പ്രദീപ്, അശ്വതി, ഗുഡ് മോർണിംഗ്. ജോഡോ യാത്ര കഴിഞ്ഞ് കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വൻ സ്വീകരണമാണ് ഇന്നലെ തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ലഭിച്ചത്. വളരെയധികം പ്രവർത്തകർ വിമാനത്താവളത്തിൽ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് പുറത്തേക്ക് തുറന്ന വാഹനത്തിലാണ് രാഹുൽ ഗാന്ധിയെ ആനയിച്ചത്. മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, താരിഖ് അൻവർ, അതേപോലെ തന്നെ KPCC അധ്യക്ഷൻ തുടങ്ങിയവരൊക്കെ തന്നെ ഇന്നലെ വിമാനത്താവളത്തിൽ രാഹുലിനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. രാഹുൽ ഇന്നലെ തന്നെ വയനാട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ രാവിലെ 9:30 മുണ്ടേരിയിൽ കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന കൈത്താങ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന വീട് സന്ദർശിക്കും. അങ്ങനെയാണ് ഇന്നത്തെ രാഹുലിന്റെ പരിപാടിയുടെ തുടക്കം. 9:30 പരിപാടി തുടങ്ങും. 10 മണിക്ക് ശേഷം ഉച്ചവരെ ഉള്ള സമയം കലക്ട്രേറ്റിൽ ചില മീറ്റിംഗുകളുണ്ട്. അത് മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില യോഗങ്ങൾ കൽപ്പറ്റയിൽ വയനാട് കലക്ട്രേറ്റിൽ വെച്ച് ചേരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് രാഹുലിന്റെ പൊതുപരിപാടികൾ തുടങ്ങുന്നത്. ഈ കൊല്ലപ്പെട്ട കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ കർഷകൻ തോമസിന്റെ വീട് രാഹുൽ സന്ദർശിക്കും. അതിനുശേഷം വൈകുന്നേരമാണ് പൊതുപരിപാടി. അത് മീനങ്ങാടിയിലാണ്. മീനങ്ങാടിയിലെ പൊതുയോഗത്തിൽ രാഹുൽ സംസാരിക്കും. അവിടെ വെച്ച് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന കൈത്താങ് പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചു നൽകുന്ന 25 വീടുകളുടെ താക്കോൽ രാഹുൽ ഈ യോഗത്തിൽ വെച്ച് കൈമാറും. രാഹുലിന്റെ രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരിക്കും മീനങ്ങാടിയിലേത് എന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരത്തിൽ അങ്ങനെയാണ് രാഹുലിന്റെ ഇന്നത്തെ പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. വൈകുന്നേരത്തെ പരിപാടിയോടുകൂടി മണ്ഡല സന്ദർശനം കഴിയും. ഈ തവണ രാഹുൽ എത്തുന്നത് ഒറ്റ ദിവസത്തെ സന്ദർശനം മാത്രമായിട്ടാണ്. അത് വയനാട് ജില്ലയിൽ മാത്രമാണ്. വയനാട് മണ്ഡലം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമായി കിടക്കുകയാണ്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ രാഹുൽ എത്തുന്നില്ല. വയനാട്ടിലെ പരിപാടി, ഇന്നത്തെ പരിപാടിയോട് കൂടി തന്നെ വൈകുന്നേരം രാഹുൽ ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യും. ഇന്നങ്ങനെ രാവിലെ മുതൽ തന്നെ വിപുലമായ പരിപാടികളാണ് രാഹുലിന് വയനാട് ജില്ലയിലുള്ളത്. പ്രദീപ്. ശരി, അശ്വിൻ വല്ലത്ത്. അപ്പോൾ തുടർന്നുള്ള മണിക്കൂറുകളിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം അശ്വിൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രഭാത കേരളം പുള്ളിൽ തുടരുകയാണ്. പുള്ളിലെ മനോഹരമായ കാഴ്ചകൾ, മനോഹരമായ ഗ്രാമ്യ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ക്യാമറയും നമ്മളും 2 പാലത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് അത് വ്യക്തമാകുന്നുണ്ടോ എന്ന് അറിയില്ല. ഞങ്ങൾ നടപ്പാലത്തിലും ക്യാമറ വാഹനം. അതെ, അത് ഞാൻ പറയാൻ വരുമായിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ആ സൂര്യന് താഴെ ആ പാലത്തിലൂടെ വാഹനങ്ങൾ പോകുന്നത് ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സിന് പറ്റിയ, ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ്. ഇതുവരെ വരാത്തവർ ഇങ്ങോട്ടേക്ക് വരിക. ഒപ്പം ഇവിടെ വന്നപ്പോൾ ധനേഷ് പറയുന്നുണ്ടായിരുന്നു, ഈ സേവ് ദ ഡേറ്റിനായിട്ട് ഒരുപാട് പേര് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരുടെ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്ത് വെള്ളത്തിൽ പോകാതെ നോക്കുക. നല്ല ചെളിയും ഉണ്ട് ഇവിടൊക്കെ. ഏതായാലും 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം കൂടിയാണ് അല്ലെ. ചാഴൂരിനെയും അരിമ്പൂരിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിൽ നിന്നാണ് ഇപ്പോൾ പ്രഭാത കേരളം നിങ്ങളിലേക്ക് എത്തുന്നത്. തൽക്കാലം ഒരു ചെറിയ ഇടവേള വേണം. ശേഷം മറ്റ് കാഴ്ചകളിലേക്കും വാർത്തകളിലേക്കും വരാം.
പ്രഭാത കേരളം തുടരുകയാണ്. തൃശ്ശൂരിലെ പുള്ളിൽ നിന്ന് വഞ്ചിയും ആമ്പലും കൊട്ടവഞ്ചിയും. അതെ, പുള്ളിലെ വഞ്ചിക്കാരൻ എത്തിക്കഴിഞ്ഞു. അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് ഇവിടെ ബോർഡില്. പുള്ളിലെ വഞ്ചിക്കാരൻ 200 രൂപയാണ് അവിടുത്തെ ഈ കുട്ടവഞ്ചിയിലെ ട്രിപ്പ്. കുട്ടവഞ്ചിയുണ്ട്, സാധാരണ വള്ളവും ഉണ്ട്. ഒരു ട്രിപ്പിന് 200 രൂപ. രാവിലെ 7 മുതൽ വൈകിട്ട് 6:30 വരെയാണ് കുട്ടവഞ്ചി സവാരി. എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് വരാം. ഇവിടെ നിന്ന് നമ്മൾ ഈ പുള്ളിന്റെ പുഞ്ചപ്പാടത്തെക്കുറിച്ചും അതിന്റെ മനോഹാരിതയെക്കുറിച്ചും അത് നമുക്ക് തരുന്ന നെല്ലിനെ കുറിച്ചും അതിൽ നിന്ന് കിട്ടുന്ന അരിയെക്കുറിച്ചും പാടം സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും വരെ നമ്മൾ ഘോരഘോരം പറഞ്ഞു. പക്ഷേ വളരെ റിസ്ക് എടുത്ത് കൃഷി ചെയ്യുന്ന കേരളത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള കർഷകരുടെ അവസ്ഥ ഇതല്ല. പലപ്പോഴും അവർക്ക് വേണ്ട പിന്തുണ കിട്ടുന്നുണ്ടോ, താങ്ങുവില എന്നൊക്കെ പറഞ്ഞ് വലിയ സംവാദങ്ങൾ നടക്കുന്നു, പ്രഖ്യാപനങ്ങൾ ഒക്കെ വരുന്നു. ഓരോ ബജറ്റിലും വലിയ പ്രതീക്ഷ അവർ വെക്കുന്നു. പക്ഷെ ഇപ്പോഴിതാ ഏറ്റവും പുതിയ വാർത്ത, പല ഭാഗത്തു നിന്ന് വാർത്തകൾ വരുന്നുണ്ട്. കുട്ടനാട്ടിൽ നിന്നും പാലക്കാട്ട് നിന്നും ഒക്കെ കർഷകരുടെ അവസ്ഥയെക്കുറിച്ചുള്ള വാർത്ത വരുന്നു. ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു വാർത്ത, പാലക്കാട്ട് നിന്ന് 2ാം വിള കൃഷിയുടെ കൊയ്ത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും 1ാം വിളയുടെ പണം കിട്ടാതെ നടക്കുകയാണ് പാലക്കാട്ടെ. പുതുപരിയാരം പഞ്ചായത്തിലെ സതീശൻ ഒരാൾ മാത്രമല്ല, ആ കർഷകരുടെ പ്രതീകമാണ്, പ്രതിനിധിയാണ് ഈ സതീശൻ. മാസങ്ങളായി കാത്തിരിക്കുകയാണ്. പ്രസാദ് ഉടുമ്പിശ്ശേരി തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കാണാം. യാഥാർത്ഥ്യം കൂടി അധികൃതർ കാണട്ടെ. 1ാം വിള നെല്ല് സംഭരിച്ചതിന്റെ പണം കിട്ടാതെ ഇപ്പോഴും കർഷകർ ദുരിതത്തിലാണ്. ഞാൻ നിൽക്കുന്നത് പുതുപ്പരിയാരം പഞ്ചായത്തിലെ കരിങ്കണ്ണി പാടശേഖരത്തിലാണ്. എനിക്ക് തൊട്ടുപുറകിൽ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നെല്ല് കൂട്ടിയിട്ട് നിൽക്കുന്നത്. നമ്മൾ വിചാരിക്കും ഈ 1ാം വിളയുടെയാണ്. 2ാം വിള, അതായത് 1ാം വിളയുടെ നെല്ല് സംഭരണം കഴിഞ്ഞ് 2ാം വിള കൃഷിയും കഴിഞ്ഞ് 2ാം വിളയുടെ കൊയ്ത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം വരെ ഇതുവരെ ഇവർക്ക് പൈസ കിട്ടിയിട്ടില്ല. നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നത് നെല്ല് സംഭരിച്ചാൽ 24 മണിക്കൂറിനകം പണം കർഷകന്റെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് പറയുന്നതാണ്. ഇപ്പോൾ ആ 1ാം വിള കഴിഞ്ഞ് 2ാം വിളയുടെ നെല്ലാണ് നമ്മളുടെ നിൽക്കുന്നത്. ആ നെല്ലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കർഷകനോട് ചോദിക്കുന്നത്, ഇത് എന്നാണ് നിങ്ങൾ നെല്ല് കൊടുത്തിട്ടുള്ളത്? ഒക്ടോബർ 15-ാം തീയതിക്ക് ശേഷമാണ് കൊയ്ത്ത് കഴിഞ്ഞത്. ഒക്ടോബർ ലാസ്റ്റ് നെല്ലെടുത്തിട്ട് പോയതാണ്. നവംബർ 19-ാം തീയതിയാണ് PRS അടിച്ചിരിക്കുന്നത്. നെല്ല് കയറ്റി പോയിട്ടും 20 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ PRS അടിച്ച് കയ്യിൽ തന്നിരിക്കുന്നത്. നെല്ല് കയറ്റുമ്പോൾ പറഞ്ഞു നെല്ല് കയറ്റിയാൽ ഉടൻ പണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടൻ കിട്ടിയില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച്. ഇതിപ്പോൾ നമ്മൾ അതും കഴിഞ്ഞ് അവിടെ പോയി അന്വേഷിച്ച് നോക്കുമ്പോൾ പൈസ വരും എന്നല്ലാതെ സപ്ലൈക്ക് നിന്ന് പൈസ കയറി യാതൊരു വിവരമില്ല. കയറും തന്നെ ഉള്ളൂ. പിന്നീട് നമ്മളിത് പേപ്പറിൽ കാണുന്നു, മറ്റേ തിങ്കളാഴ്ച കിട്ടും, ചൊവ്വാഴ്ച കിട്ടും, 19-ാം തീയതി കിട്ടും, 20-ാം തീയതി കിട്ടുന്നു. അങ്ങനെ മാസം 4, 5 കഴിഞ്ഞു. നമ്മളിത് കൊയ്ത് കഴിഞ്ഞ് അടുത്ത് വിളവിറക്കണ്ടേ? വിളവിറക്കണമെങ്കിൽ ഇത് കൂലി കൊടുക്കണമല്ലോ. നമ്മൾ 1ാം വിള ഇറക്കുന്നത് ലോകം മുഴുവൻ കടം വാങ്ങിച്ചിട്ടും ബാങ്കിൽ നിന്ന് സ്വർണ്ണം പണയം വെച്ചിട്ടും വട്ടിപ്പലിശ എടുത്ത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പണിക്കാർക്ക് കൂലി കൊടുക്കണ്ടേ? 10-15 ഏക്കർ നമ്മൾ പാടത്തിനടുത്ത് നമ്മൾ സ്വന്തമായിട്ടും മറ്റേ ഞങ്ങൾ 2-3 പേരും കൂടെ ചേർത്ത് 10-15 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിക്ക് ഇവരോട് ചോദിച്ചു നോക്കൂ, നട്ടതിൻ്റെ കാശ് കൊടുത്തില്ല, നടിയിൽ കൂലി കൊടുത്തില്ല, കളപറിച്ചതിൻ്റെ കൂലി കൊടുത്തില്ല. അതിന് പുറമെ വളം വാങ്ങിക്കണം. നമ്മൾ ഈ സമയത്തിന് ഇത് 2ാം വിളയാണ്. 2ാം വിള കൊയ്തിട്ട് വന്നിരിക്കുന്നു. ഇനി കൊയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടിയിൽ. അപ്പോൾ ഇതിന് 2ാം വിള ഇറക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ശുശ്രൂഷിക്കണ്ടേ, വളം വാങ്ങിക്കണ്ടേ? സമയത്തിന് വളവിട്ടില്ലെങ്കിൽ ഒന്നും കിട്ടില്ലല്ലോ. പാതി വളവിടാൻ കാശില്ലാതെ വളവിടാതെ പഞ്ച് അങ്ങനെ മറ്റേ എന്താ പറയുക സോഷിച്ച് കിടക്കുന്നുണ്ട്. അതിനും വഴിയില്ല. ഞങ്ങൾക്ക് ഇനി ചെയ്യാനുള്ള കിട്ടാനുള്ള നെല്ല് കൊയ്യാനുള്ളത് കൊയ്തെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ നെല്ല് പൈസ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ആദ്യം കൊണ്ട് പോയതെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ കാര്യങ്ങൾ നടക്കും. കുട്ടികളുടെ പരീക്ഷ സ്കൂൾ ഫീസ് അടച്ചിട്ടില്ല. സ്കൂൾ ഫീസ് അടിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർ കഴിഞ്ഞ ആഴ്ച 2 ദിവസം മുമ്പ് വന്നിട്ട് മോൾ പറയാം, അച്ഛാ ഫീസ് അടിക്കാൻ പറഞ്ഞു ടീച്ചറിന്. മോളെ ഫീസ് അടിക്കാം, അപ്പോൾ നെല്ലിൻ്റെ പൈസ പറ്റി വന്നിട്ട് കൊടുക്കാമെന്ന്. എല്ലാ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് നമ്മൾ വേറെ വഴി കാണണം. വീട്ടു ചെലവുകൾ നടക്കണം, വേറെ എല്ലാ കാര്യങ്ങളും നടക്കണം. മൊത്തത്തിൽ പറഞ്ഞ കർഷകൻ ദുരിതത്തിലാണ്. ഇനി ഈ ലെവലിൽ പോവുകയാണെങ്കിൽ വേറെ ഒരു ഇതിപ്പോൾ നമ്മുടെ തലമുറ താഴെ തട്ടുള്ളവർ ഇനി കൃഷി ചെയ്യില്ല. അതിന് പുറമെ അത് ഞാൻ പറയാം, വന്യമൃഗശല്യം. നമ്മൾ ഈ വിളവെടുക്കുന്നത് ഇവിടെ നെല്ല് കാണുമ്പോൾ നമ്മൾ ചന്തോട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഇത് എടുത്ത് ഇവിടെ കൊണ്ടുവരുന്ന ഗതികേട് ഞങ്ങളോട് ചോദിക്കണം. ആനയ്ക്ക്, പന്നിക്ക്, മാന്, മയിൽ ഇതിനെല്ലാം കാത്തിട്ട് വേണം നമ്മൾ. ഇതും ഇവിടെ ആന വരുന്ന സ്ഥലമാണ്. ഇതിന് കൊയ്താലും വീട്ടിൽ കൊണ്ടിടാൻ പറ്റില്ല. ഇവിടെ തന്നെ ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഇതിന് കാവൽ കിടക്കണം. ആന വന്നിട്ട് കാവൽ കിടക്കാൻ പോയിട്ട് ആന ഓടിക്കാൻ പടക്കം പൊടിച്ച് കൈ പൊട്ടി പോയതാണ്. 3 വിരലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആന ഓടിക്കാൻ പടക്കം പൊട്ടിയിട്ട് കയ്യിൽ പൊട്ടി പോയതാണ്. ഇതിൻ്റെ ശുശ്രൂഷ ചിലവ് 1.5 ലക്ഷത്തോളം രൂപ ആശുപത്രിയിൽ മാത്രം ചിലവായി. പിന്നെ നമ്മൾ പോയി വരുന്ന ചിലവ് അത് വേറെ. ഇനി ഇപ്പോൾ 40 ദിവസമായി. ഇനി 2 മാസമെങ്കിലും ഇരുന്നാലേ ഈ കൈ അണിക്കാൻ പറ്റുമെന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാൻ പറ്റുള്ളൂ. ഇത് PR ഷീറ്റാണ്. അതായത് നെല്ല് വാങ്ങിയതിന്റെ സപ്ലൈക്കോ തന്നെ റെസിപ്റ്റ്. ഇതിനകത്ത് പറയുന്നത്
18/11 അതായത് നവംബർ 18 കൊടുത്ത നെല്ലാണ്. കൊടുത്തതപ്പോഴല്ല, കൊടുത്ത് 20 ദിവസം കണ്ട PRS അടിച്ചു കിട്ടിയിരിക്കുന്നത്. ശരി, അതിന് മുമ്പേ ഒരു മാസം മുമ്പ് കൊടുത്തു. ഒരു മാസം മുമ്പ് കൊടുത്താണ്. ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. അതായത് ഇതിനകത്ത് 3 ദിവസം മുമ്പ് ബാങ്കിൽ വിളിച്ചു 4320 കിലോ പൈസ കിട്ടാനുണ്ട്. ഇതില് മറ്റേ ഇതിലുണ്ട്. ഇത് വേറെ അല്ലേ? ഇത്രയും ഇത് 3925 കിലോ നെല്ലിന്റെ പൈസ. ഇതിലൊരു 5000 കിലോന്റെ വേറെ ഉണ്ട്. ഇതും ഈ പറയുന്ന പോലെയാണ്. 5044 കിലോ ഇതുണ്ട്. ഇതിപ്പോ നമ്മൾ ഇതല്ലേ പ്രശ്നം, ഈ കൊയ്തല്ലോ. ഇതിപ്പോ കൊയ്ത് വന്നതിന് മറ്റേ കൊയ്ത് കഴിഞ്ഞാൽ പിന്നെ കൃഷിക്കാരെ ഇത് പാട്ടത്തിന് ചെയ്തത് അവര് പാട്ടം കൊടുക്കണം. പാട്ടം കൊടുത്തില്ലെങ്കിൽ അടുത്ത പ്രതിസന്ധിയാണ്. നമുക്ക് ഇവരോട് ചോദിക്കാം. ഇതിപ്പം തൊഴിലാളികളാണ്, നമ്മളിപ്പോ കേട്ടത് കർഷകരാണെങ്കിൽ തൊഴിലാളികളാണ് ഇവര്. പിന്നെ ഇപ്പം അദ്ദേഹം പറയുന്നത് നിങ്ങൾക്കൊന്നും പൈസ തന്നിട്ടില്ല എന്നാണ്. തന്നിട്ടില്ല, ഞങ്ങൾ നട്ടതൊന്നും കിട്ടിയിട്ടില്ല, കള പറിച്ചത് കിട്ടിയിട്ടില്ല, അതിൽ പണി ചെയ്തിട്ടൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നെല്ലിന്റെ പൈസ കിട്ടിയിട്ട് തരാ പറഞ്ഞു, അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ശരി തന്നെയാണ്. അതായത് കടത്തിനാണ് ഇപ്പം ഞങ്ങൾ കടത്തിനാണ് പണിയെടുക്കുന്നത്. അപ്പൊ നിങ്ങളും വലിയ ബുദ്ധിമുട്ടിലായിരിക്കും ഈ പൈസ കിട്ടാത്തതുകൊണ്ട്. ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കൂലി ചെയ്തിട്ട് വേണ്ട ഞങ്ങൾക്ക് വീട്ടിൽ ചെലവിന്. ഞങ്ങൾക്ക് തന്നെ ഇവിടുന്ന് കിട്ടിയാലും വേണം, കാരണം കടം തിരിച്ചിട്ടാണ് അപ്പൊ ഇവരൊന്ന് കിട്ടും വേണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ കടാണെങ്കിലും നിങ്ങൾ പണിയെടുക്കുന്നുണ്ടല്ലേ? കടാണെങ്കിലും പണിയെടുത്ത് കൊടുക്കുന്നുണ്ട്. കടാണെങ്കിലും പണിയെടുത്ത് കൊടുക്കും, പക്ഷെ എന്നാലും നാളെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കുറെ വർഷമായില്ലേ, 10-5 വർഷമായി ഇപ്പൊ ഇവര് പണി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ സ്ഥിരമായി എടുക്കുമ്പോൾ നമുക്ക് വേറെ ഭാഗത്ത് പോകാൻ പറ്റില്ലല്ലോ, ഇവിടെ തന്നെ വരണ്ടേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഞ്ചായത്ത് പണിക്ക് അടക്കം, പഞ്ചായത്ത് പണിക്ക് അത് കഴിഞ്ഞിട്ട് പോകുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. അതായത് കുറച്ച് കർഷകർക്ക് പണം കിട്ടി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ കിട്ടാനിരിക്കുന്നത് ഒരുപാട് കർഷകർ ഈ പണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്നെല്ലാമാണ് പറയുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇദ്ദേഹം നമുക്ക് നിൽക്കുന്ന സതീഷ് എന്ന് പറയുന്ന കർഷകൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ കഴിഞ്ഞ ഡിസംബറിലും നവംബറിലും എല്ലാം നെല്ല് കൊടുത്താണ്. ഒരു മാസം മുമ്പ് കൊടുത്ത നെല്ലാണ്. അത് പിന്നീട് PRS ഷീറ്റ് നൽകുന്നത് അവർ ഒരു മാസത്തോളം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഇവിടെ നെല്ല് കൂട്ടിയിട്ടിരിക്കുന്നുണ്ട്. ഇത് രണ്ടാം വിളയുടെ നെല്ല് വന്നു കഴിഞ്ഞു. അതാ അടുത്ത നെല്ല്, രണ്ടാം വിളയുടെ തന്നെ നെല്ല് ഈ ട്രാക്ടറിൽ കൊണ്ട് ഇറക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രയേറെ പ്രതിസന്ധി നെൽകർഷകർ നേരിടുന്നു എന്നുള്ളതാണ്. പാലക്കാടാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഒന്നാം വിള നെല്ല് സംഭരിക്കുകയും ഏറ്റവും കൂടുതൽ കർഷകർക്ക് പണം കിട്ടാനുള്ളതും. ഇപ്പോൾ നമ്മളിവിടെ കണ്ടത് കർഷകന്റെയും അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളിയുടെയും. ഈ കർഷകന് പണം കിട്ടിയാൽ മാത്രമേ ഈ പൈസ ഈ തൊഴിലാളികൾക്ക് കിട്ടുകയുള്ളൂ. അവർ വർഷങ്ങളായി ഇദ്ദേഹത്തിന് പണിയെടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു തുക ഇവിടെ അവർ കടത്തിന് ഈ പണിയെടുത്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കാണുന്നത് സതീശൻ രണ്ടാം വിള നെല്ല് പാടത്തു നിന്ന് കൊയ്ത് അതിപ്പോൾ ഈ സ്ഥലത്ത് ഉണക്കുന്നതിന് വേണ്ടി കൊണ്ടിടുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അത്രയേറെ പ്രതിസന്ധി നേരിടുന്നു. ഇപ്പോൾ രണ്ടാം വിള കൊയ്ത്ത് കഴിഞ്ഞിട്ടും ഒന്നാം വിളയുടെ പൈസ കിട്ടുന്നില്ല എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എത്രയും പെട്ടെന്ന് ആ പണം നൽകേണ്ടതാണ്. എന്താണ് തടസ്സം എന്നുള്ളത്, സാമ്പത്തിക പ്രതിസന്ധി എല്ലാം സർക്കാരിനെ നേരിടുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രതിസന്ധിക്കും കർഷകനെ മറക്കരുത്. കർഷകനെ എത്രയും വേഗം ആ പണം കൊടുക്കണമെന്ന് തന്നെയാണ് അവരെല്ലാം തന്നെ പറയുന്നത്. ഇതിപ്പം ഇതോടുകൂടി കൊയ്ത്ത് കഴിഞ്ഞോ? കൊയ്ത്ത് കഴിഞ്ഞിട്ടില്ല, ഇനി അടുത്തത് കൊയ്യാറായിട്ടുണ്ട്. ഇതിപ്പോ 4 ഏക്കറേ കൊയ്തിട്ടുള്ളൂ, ഇനി 3 ഏക്കർ ഒരാഴ്ച കഴിഞ്ഞ് കൊയ്യണം. ഈ ആദ്യം കൊയ്ത്ത് നടക്കുന്ന ഒരു പ്രദേശമാണല്ലേ ഈ? ആദ്യം നല്ലത് ഇത് സമയമായല്ലോ. മലമ്പുഴ വെള്ളം നിർത്താറായില്ലേ? മലമ്പുഴ വെള്ളം നിർത്തുന്നതിന് മുമ്പ് ഞങ്ങൾ കൊയ്ത്ത് കഴിയുന്നതാണ്. മലമ്പുഴ വെള്ളം നിർത്തിയത് കൊയ്ത്ത് കഴിഞ്ഞ് മലമ്പുഴ വെള്ളം നല്ലപോലെ വെള്ളം കിട്ടുന്ന ഭാഗത്ത് ഒരു 15 ദിവസം കഴിഞ്ഞ് അടുത്ത് കൊയ്ത്താവും. ഇനി നമ്മൾ മറ്റേ മാർച്ച് വരയ്ക്ക് കൊയ്യാനുള്ള കൃഷി നമ്മൾ മാർച്ചോട് കൂടി ഏകദേശം കൊയ്ത്താവും. അതാണ് അവസ്ഥ. ഇപ്പോൾ നിങ്ങൾ ഈ സർപ്ലൈക്കോ കയറി ഇറങ്ങി മടുത്തു? ഞാനിപ്പോ പോകുന്നില്ല, ഒരു മാസം അത് അന്വേഷിക്കാനേ പോകുന്നില്ല. വരുമ്പോ വരട്ടെ, അല്ലെങ്കിൽ ആത്മഹത്യ, വേറെ ഒരു വഴിയില്ല. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെ. ഇതിപ്പോ ഇന്നലെ മറ്റേ സാക്ഷരത പ്രേയറൊക്കെ ആത്മഹത്യ ചെയ്തു. ശമ്പളം കൊടുക്കാതെയാണല്ലോ. അല്ലാതെ അയാൾ ഇത്തെ ലോകത്ത് എല്ലാത്തിനും കാശുണ്ട്. ഇയാൾക്ക് ശമ്പളം 6 മാസം ശമ്പളം കൊടുക്കുക, എന്തെങ്കിലും പാതി കൊടുത്താണെങ്കിൽ അയാൾ ആത്മഹത്യ ഇല്ലായിരുന്നല്ലോ. അവരുടെ കുടുംബത്തോട് ചോദിക്കണം, ആത്മഹത്യ ചെയ്തവന്റെ കുടുംബത്തോട് ചോദിക്കണം അവന്റെ വിഷമവും ബുദ്ധിമുട്ടുകളും. ഞങ്ങളിത് പറയാറില്ല, ഇത് സർക്കാരിന് അറിയാതെയൊന്നുമല്ല. സർക്കാരിനും എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഭരണത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാതെ സാധാരണക്കാരന്റെ അവസ്ഥ. അവരുടെ ഉദ്ദേശം ഞാൻ പറയുകയാണെങ്കിൽ കർഷകരുണ്ടാകാൻ പാടില്ല. കർഷകരെ അവസാനിപ്പിച്ച സബ്സിഡി ഇനത്തിലും മറ്റേ ഇനത്തിലും കുറെ ഫണ്ടുകൾ നിർത്തിവെക്കാലോ. കൃഷികർ അരി മറ്റേ ആന്ധ്രയിൽ നിന്നോ എവിടെ നിന്ന് കൊണ്ടൊന്നും ഭക്ഷിക്കുക. കേരളത്തിൽ കർഷകർ വേണ്ടെന്നായിരിക്കും സർക്കാരിന്റെ തീരുമാനം. അത്രയും ഞങ്ങൾക്ക് തോന്നുന്നുള്ളതിൽ. അല്ലാണ്ട് കർഷകർക്ക് കാശ് കൊടുക്കാനില്ലാത്ത യാതൊരു ബുദ്ധിമുട്ട്. ഏതെങ്കിലും ഒരു ഫണ്ട് ഭാഗം മാറ്റി ഫസ്റ്റ് ടൈം 250 കോടി എന്തോ വന്നു, അതിന് ഭാഗം മാറ്റിയോ? അത് കർഷകന് കൊടുത്താണെങ്കിൽ ഈ പ്രശ്നമില്ലല്ലോ. എന്തോ കൊടുത്തില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വളരെ വൈകാരികമായാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കർഷകന് വേണ്ട എന്നുള്ളതാണ് സർക്കാർ. പക്ഷെ അങ്ങനെ ആലോചിക്കുന്നുണ്ടാവില്ല.
എന്തായാലും ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നൽകുന്ന ഒരു വൈകലാണ്. പക്ഷെ ആ വൈകൽ ഇത്രയും ഒരു കാരണവശാലും ഇത്രയും വൈകാൻ പാടില്ല എന്ന് തന്നെയാണ് എല്ലാവർക്കും ഇക്കാര്യത്തിൽ പറയാനുള്ളത്. എന്തായാലും നെല്ല് സംഭരണത്തിലെ ഒന്നാം വിളയുടെ നെല്ല് സംഭരണത്തിലെ തുക ഇനിയും വിതരണം ചെയ്യാൻ വൈകുന്നു എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കർഷകർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പാലക്കാട് സമരം കണ്ടതാണ്. വരും ദിവസങ്ങളിലും ശക്തമായ സമരങ്ങൾ നടക്കുമെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത്. എന്തായാലും കർഷകർ കാത്തിരിപ്പിലാണ്. പകുതിയോളം കർഷകരെങ്കിലും ഈ പകുതിയിലേറെ കർഷകരുണ്ട് എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് അത്രയും കർഷകർ ഒന്നാം വിളയുടെ പണത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18. അപ്പോൾ പ്രഭാത കേരളം തുടരുകയാണ്. തൃശ്ശൂരിലെ പുള്ളിൽ നിന്ന് മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഞങ്ങളുള്ളത്. പുള്ള് എന്ന് പറയുന്നത് ചാഴൂരിന്റെയും അരിമ്പൂരിന്റെയും ഈ രണ്ട് പഞ്ചായത്തുകൾക്ക് ഇതിന് രണ്ടിന്റെയും നടുവിലൂടെ ഇങ്ങനെ പോവുകയാണ് ഈ പുഞ്ചപ്പാടവും. പുള്ള് നമ്മൾ ഈ ഇരിക്കുന്ന പ്രദേശം മാത്രമല്ല, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ താമരപ്പാടം ഒക്കെ അപ്പുറത്താണ്. ഇനി കുറച്ചുകൂടി സഞ്ചരിച്ചാലേ അവിടേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ കാണുന്നതൊന്നും അല്ല, ഇനിയും ഉണ്ട് പുള്ളിൽ എന്നുള്ളതാണ്. എന്തായാലും സാറ് പറഞ്ഞതുപോലെ നല്ലൊരു ഗ്രാമം, മനോഹരമായ ഗ്രാമം, ഒപ്പം നല്ലൊരു ചായയും രാവിലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പുള്ളിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകും. ദേശാടന പക്ഷികളുടെ ഒരു കേന്ദ്രമാണ്, വലിയ കേന്ദ്രമാണ്. പിന്നെ വനംവകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് ദേശാടന പക്ഷികളെ കൊല്ലുന്നതും മുട്ട നശിപ്പിക്കുന്നതും ഒക്കെ ശിക്ഷാർഹമാണെന്ന് ഒക്കെ ഉള്ളത്. അപ്പൊ എന്തായാലും പുള്ളിന്റെ കാഴ്ചകളിലേക്ക് വരാം. നമുക്ക് മറ്റൊരു പക്ഷിയുടെ മനോഹരമായ കാഴ്ചയൊന്ന് കണ്ടുവരാം. ഗ്രേറ്റ് ഹോൺബിൽ അഥവാ മലമുഴക്കി വേഴാമ്പൽ. നമുക്കറിയാം കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയാണ്. വളരെ അപൂർവമായി ഇതിനെ കാണാൻ കിട്ടൂ എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ കാര്യം. ഗൂഡല്ലൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇനിയുള്ളത്. ഇതിൽ ഏറ്റവും രസകരം എന്ന് പറയുന്നത് ഗൂഡല്ലൂരിലെ ജനവാസ മേഖലയിലാണ് വന്നത്. അതായത് വനമേഖലയിൽ പോലും അപൂർവമായി മാത്രം കാണാൻ കിട്ടുന്ന, ജനം കടന്നു ചെല്ലുന്ന ഒരു പ്രദേശത്ത് വരാതെ ഒതുങ്ങി കാടിനുള്ളിൽ കഴിയുന്ന മലമുഴക്കി വേഴാമ്പൽ നാട്ടിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ഇതിലെ ഒരു കൗതുക കാഴ്ച. മറ്റൊരു കാര്യം, 50 വയസ്സ് വരെ, അതായത് 50 വർഷം ആയുസുണ്ട് ഒരു പക്ഷിക്ക്, മലമുഴക്കി വേഴാമ്പലിന് എന്നുള്ളതാണ് അവയുടെ പ്രത്യേകതകളിൽ മറ്റൊന്ന്. എന്തായാലും നീലഗിരിയിലെ ഗൂഡല്ലൂർ ടൗണിൽ വന്ന മലമുഴക്കി വേഴാമ്പലിന്റെ കാഴ്ച കാണാം. ഇനി മറ്റൊരു രസകരമായ കാഴ്ച എന്ന് പറയുന്നതും ഒരല്പം ക്രൂരതയാണ്. കാരണം തെരുവ് ജീവിതം ആഘോഷമാക്കുന്ന ബാല്യങ്ങൾ, ആ കഥയും കാഴ്ചയുമാണ് നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ കാണാം. തെരുവിൽ ഓരോരോ സാധനങ്ങളുമായി വിൽക്കാൻ വരുന്നവർ, ഇവരിൽ പലരും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പല റാക്കറ്റുകളുടെയും സിൻഡിക്കേറ്റുകളുടെയും ഒക്കെ ഭാഗമാണ്. ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടിറക്കി ഇവരെ കൊണ്ട് ഓരോ സാധനങ്ങൾ വിൽക്കുകയും അത് കഴിഞ്ഞ് വൈകിട്ട് കളക്ഷൻ വരികയും ചെയ്യും പല തരത്തിലുള്ള സാധനങ്ങൾ. എന്തായാലും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ മാതാപിതാക്കൾ പൊരിവെയിൽ പണിയെടുക്കുമ്പോൾ ഇവരെ ചിലർക്ക് അത്രയൊന്നും തലയെടുത്തില്ലാത്ത കുട്ടികൾക്ക് ബോറടിയാണ്, തികഞ്ഞ ബോറടിയാണ്. ആ വിരസത മാറ്റാൻ ഇവർ തിരഞ്ഞെടുക്കുന്ന കൗതുകമുള്ള ചില വഴികൾ, ചില കാഴ്ചകളൊന്ന് കാണാം. കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ യാത്രക്കിടെ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ കുരുന്നുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. വീണ്ടിടം വിഷ്ണുലോകമാക്കിയ പിഞ്ചുമക്കൾ ചൂടിന്റെ കാഠിന്യം ആരോഗ്യമുള്ളവരെ വരെ തളർത്തുമ്പോൾ തുണികൾ കോർത്തിണക്കിയ ഈ ഊഞ്ഞാലിൽ ആടിയും പാടിയും ഇടവേളകൾ ആഘോഷമാക്കുകയാണിവർ. മാറോട് ചേർത്ത് താലോലിക്കേണ്ട അമ്മ പൊരുവെയിലിൽ വിയർത്ത് പണിയെടുക്കുന്നതിനാൽ കുഞ്ഞനുജനെ നെഞ്ചോട് ചേർത്ത് ലാളിക്കുന്ന പെൺകുട്ടിയുമുണ്ട് കൂട്ടത്തിൽ. ഈ ഊഞ്ഞാലാണ് ഇവരുടെ ലോകം.
ചൂടും വെയിലുമാണ് കൂട്ടുകാർ. ചുവപ്പ് സിഗ്നൽ പച്ച വെളിച്ചത്തിന് വഴിമാറിയതോടെ ചൂളം വിളിച്ചുകൊണ്ട് ട്രെയിൻ മുമ്പോട്ട് നീങ്ങി. നിറഞ്ഞ ചിരിയും തെളിഞ്ഞ മുഖവുമായി ആ അപരിചിതർ ഞങ്ങൾക്ക് നേരെ കൈവീശി കാണിച്ചുകൊണ്ടേയിരുന്നു, കാഴ്ചയിൽ നിന്ന് മാറും വരെ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് പ്രഭാത കേരളം പുള്ളിൽ നിന്നാണ് തൃശൂർ ടൗണിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയുള്ള ചാഴൂർ, അരിമ്പൂർ പഞ്ചായത്തുകളുടെ ഇടയിൽ ഇങ്ങനെ കിടക്കുന്ന, നമ്മൾ വരുമ്പോൾ പാടത്തിന്റെ വിശേഷം പറഞ്ഞ് പുഞ്ചപ്പാടം ഉണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും മൂടൽമഞ്ഞിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. പാടത്തിന്റെ കാഴ്ചകൾ ആ സൂര്യന്റെ വെളിച്ചത്തിലൊന്ന് തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. പുള്ളിലെ പുഞ്ചപ്പാടത്തിന്റെ കാഴ്ചകൾ, പുഞ്ചപ്പാടം, തോട്, ആമ്പൽ, വഞ്ചി, കുട്ടവഞ്ചി, താമരപ്പാടം, എല്ലാം മനോഹരമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല ഗംഭീര ഫ്രെയിം ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇതിങ്ങനെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ ഇത് എല്ലാം വളരെ പെട്ടെന്ന് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ കാഴ്ച എന്നുള്ളതിന്റെ ഒരു സൂചനയായി കൂടി കാണണം. പല സിനിമകളുടെയും ഫ്രെയിമാണ് നമ്മുടെ മുന്നിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഒരു മനോഹരമായ ഗാനരംഗം ചിത്രീകരിക്കണമെങ്കിൽ അതിനുള്ളൊരു ഫ്രെയിം നമുക്ക് ചുറ്റും കാണുന്നു എന്നുള്ളതാണ് പുള്ളിന്റെ ഒരു പ്രത്യേകത. പലരും ഫോട്ടോഷൂട്ടിനായി, സേവ് ദ ഡേറ്റ് അടക്കമുള്ള ഷൂട്ടിനായി ഇവിടെ വരാറുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും മഞ്ഞ് മുഴുവൻ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കാണാം. അപ്പോ ഭയങ്കര ഭംഗിയുള്ള, നല്ല ഭംഗിയുള്ള ഈ റോഡിലൂടെയുള്ള സഞ്ചാരം നല്ല ഭംഗിയായിരിക്കും. രണ്ടു വശത്തും പാടം, അതിന്റെ നടുക്കൂടെയുള്ള ആ യാത്ര നല്ല ഭംഗിയായിരിക്കും. ഇവിടെ അപ്പുറത്തെ സൈഡിലും പാടമുണ്ട്. ഈ നമ്മളിപ്പോ കാണുന്ന ഈ വഴിയിലൂടെ പോകുമ്പോൾ അടുത്ത പുള്ളിന്റെ മറ്റൊരു മനോഹര ദൃശ്യത്തിലേക്ക് എത്തും. ഞാൻ പറഞ്ഞ താമരപ്പാടം. ഒപ്പം നമുക്ക് ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല കൂട്ടമായിട്ടുള്ള ദേശാടന പക്ഷികളുടെ ആ ഒരു പറക്കൽ കാണാം. എല്ലാ രീതിയിലും മനോഹരമാണ് പുള്ള്. ഇപ്പോ ആമ്പൽ നമ്മളിപ്പോ കാണുന്നത് ഒരു ചെറിയ ഇത് ശരിക്കും പാടമല്ല, ഇത് തോടിന്റെ കൈവഴിയാണ്. ഇത് ഇവിടെ ബണ്ട് കെട്ടി നിർത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെള്ളം ഇവര് ക്രമീകരിച്ചുകൊണ്ടാണ് നേരത്തെ തന്നെ പറഞ്ഞില്ല. കാര്യം ഈ വെള്ളക്കെട്ട് വർഷത്തിന്റെ പകുതിയിലധികം സമയവും അതിഭയങ്കരമായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പ്രദേശത്ത് വെള്ളക്കെട്ട് തന്നെ ക്രമീകരിച്ച് നിയന്ത്രിച്ച് അനാവശ്യമായ വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം നിർത്തിയിട്ട് ബാക്കി വലിച്ചു കളഞ്ഞ അങ്ങനെ ഒരു വലിയൊരു ചാലഞ്ച് ഏറ്റെടുത്താണ് ഈ പ്രദേശത്തെ കർഷകർ ഈ പുഞ്ചകൃഷി ചെയ്യുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രമെങ്കിൽ നമ്മുടെ ഈ വെള്ളക്കെട്ട്, ഇപ്പൊ കാണുന്ന വെള്ളക്കെട്ടിൽ ആമ്പലാണ് നിൽക്കുന്നത്. ആമ്പൽ, നല്ല ഭംഗിയുള്ള ആമ്പൽ. ഈ ആമ്പലിനെയാണോ ധനേഷ് അല്പം മുമ്പ് താമര എന്ന് പറഞ്ഞത്? എന്തായാലും താമര നമുക്ക് പോകുന്ന കാര്യമാണ് ഈ ആമ്പലും താമരയും. എന്തായാലും നമുക്ക് ഈ കാഴ്ചകളിലേക്ക്, കൂടുതൽ വാർത്തകളിലേക്ക് വരാൻ ഒരു ഇടവേളയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളുമായി വിനേഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. വളരെ ഒരു വിവാദത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. സ്വവർഗ പ്രണയ വിവാഹത്തിന് ശേഷം ഒരു ട്രാൻസ്മാൻ കുഞ്ഞിന് ജന്മം നൽകിയതിനെതിരെയും മുസ്ലിം ലീഗ് വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം MK മുനീർ പറഞ്ഞു ആൺവേഷം കെട്ടിയ സ്ത്രീയാണ് പ്രസവിച്ചത് എന്നൊക്കെയാണ് മുനീറിന്റെ വിമർശനം. ഒപ്പം തന്നെ കാന്താര സിനിമയുമായി ബന്ധപ്പെട്ട കേസിലെ മൊഴിയെടുപ്പ് കോഴിക്കോട്ട് നടക്കും. എന്തായാലും വരാഹരൂപം എന്ന ഗാനത്തെ ചൊല്ലിയുള്ള കേസാണ് സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും ഒക്കെ നേരിടുന്ന ഇവരും എത്തിയിട്ടുണ്ട് കോഴിക്കോട്ട്. ആ വാർത്തകളിലേക്കൊക്കെ വരാം. തൽക്കാലം പ്രഭാത കേരളത്തിൽ ഒരു ഇടവേളയാണ്. കാണാം. പ്രഭാത കേരളം തുടരുകയാണ്. പുള്ളിൽ നിന്ന് നമുക്കൊന്ന് കോഴിക്കോട്ടേക്ക് പോയാലോ? തീർച്ചയായിട്ടും. സ്വർഗ പ്രണയവും വിവാഹവും ഒക്കെ സൃഷ്ടിച്ച വിവാദത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ആ ട്രാൻസ്മാൻ ജന്മം കൊടുത്ത കുഞ്ഞിനെ ചൊല്ലിയുള്ളത്, ആ ജന്മം നൽകിയത് ഒരു സ്ത്രീ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനവുമായാണ് മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ രംഗത്തെത്തിയിരിക്കുന്നത്. ട്രാൻസ് വുമൺ സിയയ്ക്കും സഹദിനുമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുഞ്ഞു പിറന്നത്. ആൺവേഷം കെട്ടിയ സ്ത്രീയാണ് പ്രസവിച്ചതെന്ന് മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക വാർത്ത നൽകി. അതേ നിലപാടുമായാണ് MK മുനീർ ഇപ്പോൾ രംഗത്തു വന്നത്.
പുരുഷൻ പ്രസവിച്ചുവെന്ന് പ്രചരിപ്പിക്കുന്നവർ മൂഢന്മാരുടെ സ്വർഗത്തിലെന്ന് വിസ്ഡം സമ്മേളനത്തിൽ MK മുനീർ പരിഹസിച്ചു. അപ്പോൾ ഒരു പുരുഷനായി ഒരു സ്ത്രീ അവരുടെ കൂടെ താമസിക്കുകയും അവർ ഗർഭിണിയാവുകയും ചെയ്യണമെങ്കിൽ അവിടെ അണ്ടവും അതുപോലെ തന്നെ ബീജവും തമ്മിൽ സങ്കലനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അല്ലാതെ ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ്. അങ്ങനത്തെ അത്ഭുതങ്ങൾ ഇനി സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ മൂഢരുടെ സ്വർഗത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്വവർഗ പ്രണയത്തിനെതിരെയും മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരുന്നു. ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയത്തിലും MK മുനീർ ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾ പരസ്യ വിമർശനമാണ് മുമ്പ് നടത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്. അപ്പോൾ വിനേഷ് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. വിനേഷ്, ഞാൻ പറഞ്ഞതൊരു അല്പം മാറിപ്പോയെങ്കിൽ ക്ഷമിക്കുക. അതായത് പ്രസവിച്ചത് പുരുഷനാണ് എന്നുള്ളത്, സ്ത്രീ തന്നെയാണ്, ആൺവേഷം കെട്ടിയ സ്ത്രീയാണ് പ്രസവിച്ചത് എന്നൊക്കെയാണ് മുനീർ പറഞ്ഞു വയ്ക്കുന്നത് അല്ലേ? എന്താണ് ഇതിന് പിന്നാലെ ലീഗും മുനീറും ഒക്കെ ഇങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? പ്രദീപ്, ശ്രീ ഗുഡ് മോർണിംഗ്. നമുക്കറിയാം മുസ്ലിം ലീഗ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഒരു പുരോഗമനപരമായ നിലപാട് ഒരിക്കലും എടുക്കാറില്ല. മുസ്ലിം സംഘടനകളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സമസ്തയായി കഴിഞ്ഞാലും അല്ലെങ്കിൽ മുജാഹിദ് സംഘടനകളായാലും വിസ്ഡമായാലും എല്ലാം തന്നെ, ജമാഅത്ത് ഇസ്ലാമി ആയാലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർ കൃത്യമായ ഒരു യാഥാസ്ഥിതിക പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരം വിഷയങ്ങളെ വിലയിരുത്തുക. ഇവിടെയും മറിച്ചല്ല സംഭവിച്ചിട്ടുള്ളത്. ഈ സഹദ് ആണ് ഗർഭിണിയായത്. അതായത് അവർ ഇതിലെ ട്രാൻസ് മാൻ അയാളായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ട്രാൻസ് വുമൺ CA ആയിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും രാജ്യത്തെ ആദ്യത്തെ സംഭവമായി തന്നെയാണ് മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. പക്ഷേ അന്ന് ഈ വാർത്ത ചന്ദ്രിക പത്രം കൊടുത്തത് ആൺവേഷം കെട്ടിയ സ്ത്രീയാണ് പ്രസവിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലാണ് വാർത്ത കൊടുത്തിരുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഒരു നിലപാട് തന്നെയായിരുന്നു ചന്ദ്രിക പറഞ്ഞത്. കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു മുഖപത്രം ഒരു കാരണവശാലും പാർട്ടിയുടെ അറിവോടെ അല്ലാതെ അത്തരത്തിലൊരു വാർത്ത പ്രസിദ്ധീകരിക്കില്ല. അതേ നിലപാടാണ് ഇന്നലെ ബീച്ചിൽ നടന്ന വിസ്ഡം സമ്മേളനത്തിലും MK മുനീർ MLA സ്വീകരിച്ചത്. കാരണം ഒരിക്കലും ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ട്രാൻസിന് പ്രസവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. കാരണം മുനീർ ഒരു ഡോക്ടറാണ്, ഒരുപക്ഷെ അയാൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയ കയ്യടിയും ലഭിക്കുന്നുണ്ട്. അതായത് ഈ പ്രസവിച്ചിരിക്കുന്നത് ഒരു ട്രാൻസ് മാൻ അല്ല, മറിച്ച് അവരൊരു സ്ത്രീ ആയിരുന്നു. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും വേഷം മാറി കെട്ടിയവരാണ് എന്നാണ് പറയുന്നത്. അതായത് പുരുഷൻ സ്ത്രീവേഷം കെട്ടുകയും സ്ത്രീ പുരുഷവേഷം കെട്ടുകയും ചെയ്തു. അതിൽ പുരുഷനാണ് പ്രസവിച്ച് എന്നുള്ളൊരു രീതിയിലൊക്കെയുള്ള ചർച്ചകൾ സജീവമായി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് അറിയാം, കഴിഞ്ഞ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ജെൻഡർ യൂണിഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്വവർഗ പ്രണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള യാഥാസ്ഥിതിക നിലപാട് തന്നെയായിരുന്നു മുസ്ലിം ലീഗും മുസ്ലിം ലീഗിലെ നേതാക്കളും എടുത്തത്. ഇപ്പോൾ മുനീറും ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത് അതേ നിലപാടാണ്. ഇത് പാർട്ടിയുടെ തന്നെ നിലപാടാണ്. അതുകൊണ്ടാണ് മുഖപത്രമായ ചന്ദ്രികയും ഇതിനെ പരിഹസിച്ചുകൊണ്ട് വാർത്ത തയ്യാറാക്കിയത്. പ്രദീപ്. വിനേഷ്, പലപ്പോഴും നമ്മൾ അവതാരകർ ഒരു വിഷയത്തിലും അഭിപ്രായം പറയരുത് എന്നുള്ള ഒരു നിലപാടുകാരിയാണ് ഞാനും. പക്ഷെ എപ്പോഴും എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം, ഇത്തരത്തിൽ ജെൻഡർ വിഷയങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ലീഗ് ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നു? ഈ മൂഢസ്വർഗത്തിലാണ് ബാക്കിയുള്ളവർ എന്ന് പറയുമ്പോൾ ഈ സിയയും സഹദിന്റെയും കാര്യം വന്നപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കൃത്യമായി തന്നെയാണ്. കാരണം ഒരു ചുരിദാർ ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ജീൻസും ടീഷർട്ടും അങ്ങോട്ട് മാറിയിട്ടതോ അങ്ങനെയല്ലായിരുന്നു. അവരുടെ അപ്പർ പോർഷൻ, അതായത് സ്തനം മാറ്റിവെച്ച് അവർ പൂർണ്ണമായും ആണിലേക്ക് മാറാൻ ശ്രമിച്ച ഒരാളാണ്. അവരുടെ താഴ്ഭാഗത്തേക്ക് മാത്രമാണ് അവർ ഇപ്പോഴും സ്ത്രീയായിട്ടുള്ളത്. മുകളിലേക്ക് അവർ മുഴുവനായും ആണാണ്, മനസ്സുകൊണ്ട് അവരാണാണ്. അപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ എന്തിനാണ് അവരുടെ പുറകെ? അവർക്ക് അവരുടെ ലോകമുണ്ട്, അവരെ അങ്ങ് വിട്ടുകൂടെ എന്നൊരു ചോദ്യം. അതാണ്, അവരെ ജീവിച്ചോട്ടെ, അവരെന്തിനാണ് നമ്മൾ അവരുടെ പുറകെ നടന്നത്? നിങ്ങൾ അതല്ല, നിങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നത് എന്തിന് എന്ന ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലപ്പോഴും നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വ്യൂ പറയരുത്, നമ്മളെപ്പോഴും പ്രേക്ഷകർക്കൊപ്പം നിൽക്കണം, പ്രേക്ഷകർ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങളായിരിക്കണം നമ്മൾ ചോദിക്കണം എന്നൊക്കെ പറയുമ്പോഴും ഇതൊരു ചോദ്യം എനിക്ക് എപ്പോഴും ഉയരുന്നതാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു നിലപാട് അവരെടുക്കുന്നത് എന്നുള്ളത് എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം. എന്തായാലും നമുക്ക് അവരെ അവരുടെ വഴിക്ക് വിടാം, അവർ ജീവിക്കട്ടെ, ഒരു കുഞ്ഞായി ഇനി അവർ സ്വസ്ഥമായി ജീവിക്കട്ടെ. അച്ഛനും മകൾക്കും ഒരു സല്യൂട്ട് അല്ലേ? തീർച്ചയായിട്ടും.
അത് നല്ല എന്തൊരു ദൃശ്യങ്ങളായിരുന്നു. അഭിമാനത്തിന്റെ നിമിഷമാണ് തീർച്ചയായും, അല്ലെ? രണ്ട് പ്രത്യേകിച്ച് അച്ഛൻ DGP ആയിരിക്കും, മകൾ IPS നേടുന്നു, IPS പാസിംഗ് ഔട്ട് പരേഡിൽ അതെ. അച്ഛനെ സല്യൂട്ട് ചെയ്യുന്നു, അച്ഛൻ സല്യൂട്ട് സ്വീകരിക്കുന്നു. നമ്മളുള്ളത് തൃശ്ശൂരിലെ പുള്ളിലാണ്. മനോഹര ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു ദൃശ്യ വിരുന്ന് തന്നെയാണ് ഇന്നത്തെ പ്രഭാത കേരളം എന്ന് പറയാം. ഇപ്പൊ നമ്മള് ഈ പുള്ളിൽ നിന്നുകൊണ്ട് വയനാട്ടിലേക്ക് പോവുകയാണ്. കോട്ടത്തറ പഞ്ചായത്തിലെ കുറുമ്പാല കോട്ട, അവിടത്തെ കാഴ്ചയാണ്. സൂര്യോദയവും അസ്തമയവും ഒരുപോലെ ആസ്വദിക്കാവുന്ന. ഇവിടെ നേരത്തെ അശ്വതി പറഞ്ഞു, ഇവിടെയും അതുപോലെയുള്ള കാഴ്ചകളാണ്. രണ്ട് വൈബ് ആണ് എന്ന് പറയുന്നു. മനം മറന്ന് ആസ്വദിക്കാൻ ഇതിലും നല്ലൊരു സ്ഥലമില്ല. അവിടുത്തെ പ്രത്യേകത കോടമഞ്ഞാണ്. കോടമഞ്ഞും കയ്യെത്തി തൊടാവുന്ന അകലത്തിലുള്ള മേഘങ്ങളും ചേരുമ്പോഴുള്ള ദൃശ്യഭംഗി അത് കണ്ടു തന്നെ അറിയണം. നമുക്ക് ആ കാഴ്ച കണ്ടാലോ? അപ്പോൾ ഇനി ആ ഗംഭീര കാഴ്ചകളിൽ നിന്ന് നമ്മൾ വാർത്തകൾ മറന്നുകൂടാ. ഇത്രയും ദൃശ്യഭംഗിയൊക്കെ കാണുമ്പോൾ നമ്മൾ വാർത്തകൾ മറന്നുകൂടാ. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രധാന പത്രങ്ങളിൽ എന്തൊക്കെ വാർത്തയാണെന്ന് ഒന്ന് നോക്കി വരാം. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്, സ്റ്റുഡിയോയിൽ നിന്ന്. രഞ്ജിത്ത് രാമചന്ദ്രൻ, വെരി ഗുഡ് മോർണിംഗ് ഫ്രം പുള്ള, തൃശൂർ. എന്തൊക്കെയാണ് പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ? തീർച്ചയായും ഗുഡ് മോർണിംഗ് പ്രദീപ്, ഗുഡ് മോർണിംഗ് അശ്വതി. രാവിലെ മുതൽ പ്രേക്ഷകർക്ക് ദൃശ്യവിരുന്നാണ് നിങ്ങൾ സമ്മാനിക്കുന്നത്. പുള്ളിൽ നിന്ന് ആമ്പലിന്റെയും താമരയുടെയും കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഓടിത്തിരിക്കുകയാണ്, സൂര്യ ഉദയമൊക്കെ കണ്ടിട്ട്. ഏതായാലും നമുക്ക് പത്രങ്ങളുടെ വിശേഷങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. പത്രം 18ലേക്ക് സ്വാഗതം. പത്രം 18ൽ നമുക്ക് ആദ്യം മലയാള മനോരമയിലേക്ക് തന്നെ പോകാം. അവർ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അത് മനോരമയിൽ മാത്രമുള്ള ജി വിനോദിന്റെ വാർത്തയാണത്. ഈ നിക്ഷേപ തട്ടിപ്പിൽ പോലീസിന് അധികാരം നൽകുന്നു, അധികാരം പുറത്തെടുക്കുമെന്നുള്ളതാണ്. ബട്ട്സ് എന്ന പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്. അത് ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീംസ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം. അത് പ്രയോഗിക്കാനുള്ള അധികാരം പോലീസിന് നൽകുന്നു എന്നുള്ളതാണ്. അതായത് SHOമാർക്ക് ഈ സ്വത്ത് നിക്ഷേപ തട്ടിപ്പിൽ പ്രതിയായ ആളുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള, സ്വത്ത് മരവിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അധികാരം, സവിശേഷ അധികാരമാണത്. അത് കേരളത്തിൽ കാര്യമായി പ്രയോഗിക്കാത്ത ഈ ബട്ട്സ് നിയമം അത് കർശനമാക്കും. 21-ന് ഉന്നതതല യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേരും. തട്ടിപ്പുകാരുമായുള്ള ഒത്തുകളി തടയുക എന്നാണ് ലക്ഷ്യം എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത മനോരമയുടെ മുൻ പേജിൽ, ഒന്നാം പേജിൽ തന്നെ അവർ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത, ഈ സംസ്ഥാനത്ത് 4700 അക്ഷയ കേന്ദ്രങ്ങളുടെ കുറവുണ്ട് എന്നുള്ളതാണ്. അത് പൊതുജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപേക്ഷിച്ചിട്ടും അക്ഷയ അനുവദിക്കുന്നില്ല എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. TB ലാലാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒപ്പം അതിനോട് ചേർന്ന് ഒരു കോളം വാർത്തയുള്ളത്, ജല അതോറിറ്റി ഓഫീസുകളുടെ 200 മീറ്റർ ചുറ്റളവിൽ അക്ഷയ കേന്ദ്രമുണ്ടെങ്കിൽ അവിടെ അതോറിറ്റിയുടെ ക്യാഷ് കൗണ്ടർ നിർത്തലാക്കാനുള്ള നീക്കം ആരംഭിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ 31 ക്യാഷ് കൗണ്ടറുകൾ നിർത്തുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത മനോരമ നൽകിയിട്ടുണ്ട്. മനോരമയിൽ നേരെ മാതൃഭൂമിയിലേക്ക് പോയാൽ നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് ഹൈവേ, അതായത് ഡൽഹി മുംബൈ യാത്രയുടെ സമയം പകുതിയാകും. 24 മണിക്കൂറായിരുന്നു നേരത്തെ ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള റോഡ് മാർഗമുള്ള സമയം. അത് 12 മണിക്കൂറായി കുറയ്ക്കുക. എത്രത്തോളം അത്ഭുതമാണെന്ന് വിചാരിക്കുക. 12 മണിക്കൂറായി കുറയ്ക്കുന്ന 1386 കിലോമീറ്റർ ഉള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ അത് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അതിന് ചിത്രം സഹിതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാതൃഭൂമി മുൻപേജിൽ നൽകിയിരിക്കുന്നു. 12,150 കോടി രൂപ ചിലവാക്കിയാണ് ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പാതകളിലൊന്ന് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം ഡൽഹി ജയ്പൂർ യാത്ര 5 മണിക്കൂറിൽ നിന്ന് 3 മണിക്കൂറാകും എന്നും ഉണ്ട്. വികസനത്തിന്റെ കുതിപ്പിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. മാതൃഭൂമിയുടെ മറ്റൊരു വാർത്ത, കഴിഞ്ഞ ദിവസം നമ്മൾ വയനാട്ടിൽ നിന്ന് ഒരു ആദിവാസി യുവാവ്
കോഴിക്കോട്ട് വെച്ച് ആശുപത്രിയിൽ ഭാര്യയുടെ പ്രസവത്തിന് വന്ന യുവാവാണ്. അദ്ദേഹത്തെ ആൾക്കൂട്ടം മർദ്ദിച്ചു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് സഹായമുണ്ടായില്ല, ആത്മഹത്യ ചെയ്തു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവൻ ആത്മഹത്യ ചെയ്യില്ല, അത് ദുരൂഹത ആരോപിച്ചാണ് ഇപ്പോൾ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. അത് വിശ്വനാഥൻ, കാരണം കുഞ്ഞ് ജനിച്ചിട്ട് 12 വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു കുഞ്ഞാണ്. കുഞ്ഞ് ജനിച്ച് ഇത്ര സമയത്തിനകം അച്ഛൻ ആത്മഹത്യ ചെയ്യില്ല എന്നാണ് വിശ്വനാഥന്റെ മാതാവിന്റെ ചിത്രം അടക്കം ഉള്ള വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാതൃഭൂമിയുടെ മറ്റൊരു പ്രധാന വാർത്ത, നയന സൂര്യന്റെ മരണം അതേറെ വിവാദമായിരുന്നു. അത് കൊലപാതകമാണ് എന്ന് ക്രൈംബ്രാഞ്ചിനോട് ഫോറൻസിക് സർജൻ അന്ന് പരിശോധിച്ച ഫോറൻസിക് സർജൻ അത്തരത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഡോക്ടർ ശശികലയാണ് ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ അത്തരമൊരു മൊഴി നൽകിയത് എന്ന് മാതൃഭൂമി വളരെ കാര്യമായി തന്നെ 8ാമത്തെ പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കേരള കൗമുദിയുടെ നമുക്കറിയാം നാളെ വാലന്റൈൻസ് ഡേ ആണ്, 14 വാലന്റൈൻസ് ഡേ നാളെയാണ്. ഇത് കേരള കൗമുദിയുടെ ഒരു സ്പെഷ്യൽ സ്റ്റോറി എന്ന് പറയുന്നത് അത് പൊള്ളിയ മുഖം അഖിലിന് വിഷയമായില്ല എന്നുള്ളതാണ്. തന്റെ കാമുകിയുടെ മുഖം യാദർച്ഛികമായി പൊള്ളി, മുഖം മുഴുവൻ പൊള്ളലായി, പാടായി. പക്ഷേ അഖിലിന് തന്റെ കാമുകിയെ സ്വീകരിക്കാൻ അത് വിഘാതമായില്ല. അഖിലും കാമുകിയും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ നൽകിയിട്ടുണ്ട്. അഖിലും കാമുകിയുടെ സന്തോഷകരമായി ജീവിക്കുന്നു എന്നുള്ള വാർത്ത ചിത്രം സഹിതം കേരള കൗമുദി നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയുടെ മറ്റൊരു വാർത്ത കോൺഗ്രസിന്റെ ഗ്രഹസമ്പർക്കവുമായി ബന്ധപ്പെട്ടാണ്. വി.ഡി. സതീശന്റെയും കെ.സി. വേണുഗോപാലിന്റെയും മറ്റും ചിത്രം ചേർത്ത് രമേശ് ചെന്നിത്തലയും ഒപ്പമുണ്ട്. ഹാത്ത് സേ ഹാത്ത് അഭിയാന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നലെ കൊച്ചിയിൽ നടന്നിരുന്നു. അത് വളരെ പ്രാധാന്യത്തോടെ കേരള കൗമുദി ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. വീക്ഷണവും ഈ കെ.സി. വേണുഗോപാൽ ആ യോഗത്തിന്റെ പടമാണ് വീക്ഷണത്തിന്റെ മുൻപേജിലുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത. പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം നമുക്ക് ചിത്രങ്ങളിൽ കാണാം. അത് 138 രൂപ ചലഞ്ചാണ്. കോൺഗ്രസിന് പണം നൽകാൻ അദാനിമാരില്ല എന്ന കെ.സി. വേണുഗോപാലിന്റെ സ്റ്റേറ്റ്മെന്റ് അടക്കം വെച്ചുകൊണ്ടാണ് വീക്ഷണം ഈ വാർത്ത ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ 138ാം ജന്മദിനത്തോടനുബന്ധിച്ച് 138 രൂപ ചലഞ്ചിന് കൊച്ചി തുടക്കമായി എന്ന വാർത്ത വീക്ഷണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദേശാഭിമാനിലാകട്ടെ ജഡ്ജിമാരുടെ നിയമനം ഈ ഗവർണർമാരുടെ നിയമനം അത് ഇന്നലെ വലിയ പ്രാധാന്യത്തോടെ നമ്മൾ കൊടുത്ത വാർത്തകളിലൊന്നാണ്. ഈ ഗവർണർമാരുടെ നിയമനത്തിൽ അമ്പലം പണിയാൻ ഉത്തരവിട്ട ജഡ്ജി ഗവർണറായി എന്ന വാർത്ത. ജസ്റ്റിസ് അബ്ദുൾ നസീറുമായി ബന്ധപ്പെട്ട ആന്ധ്ര ഗവർണറായി അബ്ദുൾ നസീർ നിയമിച്ച വാർത്ത പ്രാധാന്യത്തോടു തന്നെ മുൻ പേജിൽ അത് ആ ക്യാപ്ഷനോടുകൂടി തന്നെ ദേശാഭിമാനി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇത് ഹിന്ദുവിലേക്ക് പോയാൽ അത് എനിക്ക് തോന്നുന്നു വളരെ എക്സ്ക്ലൂസീവായ ഒരു വാർത്തയാണ്. അംബേദ്കർസ് ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ ആസ് ലോ മിനിസ്റ്റർ മിസ്സിംഗ് ഫ്രം റെക്കോർഡ്സ്. അതായത് 1951 ഡോക്ടർ അംബേദ്കർ ലോ മിനിസ്റ്റർ നിയമമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച കത്ത് അത് വിവരാവകാശ നിയമപ്രകാരം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ കത്ത് ഇപ്പോൾ സർക്കാരിന്റെ പക്കലില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത നൽകിയിരിക്കുന്നു. അത് നഷ്ടപ്പെട്ടു എന്നാണ് ഈ വിവരാവകാശ നിയമപ്രകാരം ആ കത്ത് ചോദിച്ച ആൾക്ക് നൽകിയിരിക്കുന്ന ചീഫ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയിരിക്കുന്ന മറുപടി എന്ന എക്സ്ക്ലൂസീവായ ഒരു വാർത്ത ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദുവിന്റെ മറ്റൊരു വാർത്ത, ചൈന പ്ലാനിംഗ് അക്സൈ ചിൻ റെയിൽവേ ലൈൻ ടു കണക്ട് ടിബറ്റ് ആൻഡ് സിൻജിയാങ്ങും ടിബറ്റും കൂടി കണക്ട് ചെയ്യാനായി അക്സൈ ചിങ്ങിന്റെ അവിടെ വളരെ വലിയൊരു പാലം, അത് എക്സ്പാൻഡ് ടിബറ്റ് ഓട്ടോണമസ് റീജിയൻ റെയിൽ നെറ്റ്വർക്ക്, അത് 1400 കിലോമീറ്ററിൽ നിന്ന് 4000 കിലോമീറ്ററിലേക്ക് ഉയർത്തുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്ത. അതിർത്തി സംഘർഷമൊക്കെ നമുക്കറിയാം, ചൈനയും ഇന്ത്യയുള്ള അതിനോട് കൂട്ടി വായിക്കണം ഈ വാർത്ത. അത് ആ ചിത്രം ഗ്രാഫിക് ഡിസൈൻ സഹിതം ദ ഹിന്ദു നൽകിയിട്ടുണ്ട്. നമുക്കിനി ദ ടൈംസിലേക്ക് പോയാൽ കെ.പി. സായി കിരണിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ജുഡീഷ്യൽ പാനൽസ് അതായത് നിയമോപദേശത്തിനായി 6 കോടി രൂപ 1.47 കോടി രൂപ സംസ്ഥാന സർക്കാർ ലീഗൽ ഒപ്പീനിയൻസിനായി ചെലവഴിച്ചു എന്ന വാർത്തയാണ്. അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ടൈംസ് നൽകിയിരിക്കുന്നു. നമുക്ക് നിയമ സംവിധാനങ്ങൾ AG അടക്കം ഉള്ളപ്പോഴാണ് ഇങ്ങനെ പുറത്തുള്ള അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടി വിവിധ കേസുകളായി നിയമോപദേശം തേടി ഏതാണ്ട് 1.5 കോടി രൂപയോളം സർക്കാർ ചിലവഴിച്ചത് എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത സായി കിരൺ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സായി കിരണിന്റെ മറ്റൊരു വാർത്ത 28 കോടി രൂപ, അത് PFI റെയ്ഡുമായി ബന്ധപ്പെട്ട് ഇതുവരെ 28 കോടി രൂപയുടെ PFI ഹർത്താൽ ആക്രമണം നമുക്കറിയാം. അതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി റെയ്ഡുകൾ നടന്നിരുന്നു. മുൻ PFI പ്രവർത്തകരുടെയും നേതാക്കളുടെയും വീടുകളിലും PFI ഓഫീസുകളിലും റെയ്ഡ് നടന്നു, സ്വത്തുക്കൾ കണ്ടുകെട്ടി. അതിന്റെ അസറ്റിന്റെ വർത്ത് ഏകദേശം 28.72 കോടി രൂപയാണ്. 160 പേരുമായി ബന്ധപ്പെട്ട് നടന്ന റെയ്ഡിൽ എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത സായി കിരൺ തിരുവനന്തപുരത്ത് നൽകിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്ന് പത്രം 18-ലൂടെ പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. ഏതായാലും പത്രം 18-നുമായി നാളെയും എത്താം. ബാക്ക് ടു പ്രദീപ് ആൻഡ് അശ്വതി. താങ്ക് യു രഞ്ജിത്ത്.
പുള്ളിൽ നിന്നാണ് പ്രഭാത കേരളം. രഞ്ജിത്ത്, ഞങ്ങൾ കുട്ടവഞ്ചി സവാരിയെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു കുട്ടവഞ്ചി സവാരിയിലാണ്. നമ്മൾ പറഞ്ഞല്ലോ, മനോഹരമായ ഒരു ഗ്രാമം, പുഞ്ചപ്പാടം, ആമ്പൽപ്പൂക്കൾ, വഞ്ചി, കുട്ടവഞ്ചി, കുറച്ചപ്പുറത്ത് താമരപ്പാടം. അത് ഒരു കേരളത്തിന്റെ തനത് ഒരു ഗ്രാമത്തിൽ, മനോഹരമായ ഒരു ഗ്രാമത്തിൽ എന്തൊക്കെ കാഴ്ചകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുവോ അല്ലെങ്കിൽ കേട്ടിരിക്കുന്നുവോ അതല്ലെങ്കിൽ സിനിമയിൽ കണ്ടിട്ടുള്ളതുമായ എല്ലാ ദൃശ്യങ്ങളും ദൃശ്യഭംഗിയുമുള്ള ഒരു പ്രദേശത്ത് നിന്നാണ്. പേടിക്കേണ്ട, കുട്ടവഞ്ചി പൊങ്ങി തന്നെ കിടക്കുകയുള്ളൂ. എന്തായാലും ഈ കുട്ടവഞ്ചി സവാരിയാണ് ഇവിടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഒരു ഇവന്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. അശ്വതി ചിരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പേടിച്ചാൽ ചിരിക്കും ആരെങ്കിലും? അല്ല, ഇത് ആദ്യം നമുക്ക് കേറുമ്പോ ഒരു പേടി തോന്നുമെങ്കിൽ ഇപ്പൊ നല്ല രസമുണ്ട്. അതെ, നല്ല നമുക്ക് അല്ല പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ സുരക്ഷാ പ്രശ്നമൊന്നുമില്ല. വലിയ ആഴമില്ല, എങ്കിലും ആഴമുണ്ട്. നമുക്ക് ഇവിടെ എല്ലാ സഹായത്തിനും ഒരു ചേട്ടനുണ്ട് നടത്തുന്നത്. അതെ, പുള്ളിലെ വഞ്ചിക്കാരനെ നമുക്ക് പരിചയപ്പെടണം. അപ്പൊ എന്തായാലും കുട്ടവഞ്ചി അങ്ങോട്ടേക്ക് അടുപ്പിക്കുകയാണ്. നമ്മുടെ കൂടെ അദ്ദേഹം വരത്തില്ല, നമ്മളെ ഇങ്ങനെ തള്ളി വിട്ടിട്ട് നമുക്കിങ്ങനെ കുറച്ചു നേരം ഇതിലിങ്ങനെ ഒഴുകി നടക്കാം. ഇതിന്റെ ഒരു സംഗതി കേറിയ ഉടനെ തന്നെ ഒരു മണ്ടൻ ചോദ്യം ചോദിച്ചായിരുന്നു, ഇത് തുഴയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇത് തുഴയണ്ട, ഒരു കയറ് കെട്ടി, കയറ് പുള്ളിലെ വഞ്ചിക്കാരന്റെ കൈയിൽ സുരക്ഷിതമാണ്. തള്ളി വിട്ട് കഴിഞ്ഞാൽ തിരികെ നമ്മളെ ഈ കയറ് കൊണ്ട് വലിച്ച് അടുപ്പിക്കുകയാണ്. എന്തായാലും പുള്ളിലെ വഞ്ചിക്കാരൻ നമ്മളോടൊപ്പം ഉണ്ട്. എന്താ ചേട്ടന്റെ പേര്? പുള്ളിലെ വഞ്ചിക്കാരൻ ബോർഡ് വെച്ചേക്കുന്ന ചേട്ടനെയാണോ? നിങ്ങൾ എല്ലാവരുടെ പേരാണോ? വേറെ ആളുണ്ട്. ഇപ്പൊ ഇവിടെ എത്രയാ ഒരു സവാരിക്ക് എത്ര നേരം ഇങ്ങനെ? 200 രൂപ 20 മിനിറ്റിന്. അപ്പൊ 20 മിനിറ്റ്, ഒരു മിനിറ്റിന് 10 രൂപ. അതെ ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മള് ഈ പുള്ള് വീഡിയോസ് ഒക്കെ കണ്ടുവരുന്നവരുണ്ടല്ലോ ഒരുപാട് പേര്. ഇപ്പൊ ഇവിടത്തെ എങ്ങനെയുണ്ട്? കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ഒരുപാട് പേര് കൂടുതലായിട്ട് വരുന്നുണ്ടോ ആളുകള്? എത്ര പേര് വരും രാവിലെ സാധാരണഗതിയില്? ഞായറാഴ്ച കിട്ടണില്ല. ഒരു സെക്കൻഡ്, അദ്ദേഹത്തിന്റെ സംസാരം അങ്ങോട്ടേക്ക് കിട്ടുന്നില്ല. കുട്ടവഞ്ചി കയറിയപ്പോ മൈക്ക് ഓൺ ചെയ്യാൻ മറന്നുപോയി, അതാണ് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ ശബ്ദം കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. എന്തായാലും ഷാജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറയുന്നത് ഞായറാഴ്ചകളിലാണ് ഇവിടെ ആളുകൾ കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഈ സാധാരണ ദിവസങ്ങളിൽ, അതായത് വർക്കിംഗ് ഡേയ്സിൽ തിങ്കൾ മുതൽ വെള്ളി വരെ ആൾക്കാർ വരാറില്ല. ഏത് ഡേറ്റ് ആളുകൾ വരില്ലേ? കല്യാണത്തിന്, പെണ്ണും ചെറുക്കനായിട്ട്. ഇപ്പൊ അത് കൂടുതലാണോ? ഉണ്ടാവും. അവര് കുട്ടവഞ്ചിയെ കയറാറുണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് സ്പെഷ്യൽ റേറ്റ് ആണോ? സ്പെഷ്യൽ ഒന്നുമില്ല. എന്ത് ചെയ്താലും കുട്ടവഞ്ചി ഇത്ര സമയത്ത് ഇത്ര രൂപ. സമയം വെച്ചിട്ടാണ്, സമയം അനുസരിച്ചിട്ടാണ് കുട്ടവഞ്ചി. ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലോ ഈ തുഴഞ്ഞു പോകുന്ന കുട്ടവഞ്ചി. പിന്നെ കുട്ടവഞ്ചിയുടെ പ്രത്യേകത ഇങ്ങനെ കറക്കുന്ന, ഈ ചേട്ടൻ അങ്ങനെ ചെയ്യാറുണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് കൊടുക്കും ഇവിടെ. അതായത് കസ്റ്റമൈസ്ഡ് ആണ്. അല്ല, ഇവിടെ കറക്കാൻ പറ്റുമോ? ഇവിടെ കറക്കാൻ പറ്റും. അപ്പൊ നമ്മള് ഒന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് കറക്കി വിടണം. അപ്പോ ഈ സാധാരണ ദിവസങ്ങളിൽ ആരും വരാറില്ല എന്നാണോ പറയുന്നത്? അതോ രാവിലെയാണോ വൈകിട്ടാണോ ആള് കൂടുതൽ? വൈകിട്ട്. എനിക്ക് തോന്നുന്നു ജോലിക്കൊക്കെ പോയിട്ടല്ലേ, വർക്കിംഗ് ഡേയ്സിൽ എല്ലാരും ജോലിക്ക് പോയി വൈകുന്നേരം ഇങ്ങോട്ട് വരും. ഫാമിലി ആയിട്ട് വരുന്നവരുണ്ടോ? ഒത്തിരി പേര് ഉണ്ട്. ഇവിടെ ഈ തട്ടുകടകളുടെ കാര്യം എങ്ങനെ? ഇപ്പൊ ഒരുപാട് തട്ടുകട ഞങ്ങൾ കണ്ടു. അവിടെ എന്തൊക്കെയാ നാടൻ സാധനങ്ങളൊക്കെ കിട്ടുമോ? ഇല്ല, ചേട്ടൻ ഇവിടെ ഈ കോൺസെൻട്രേഷൻ ഈ കുട്ടവഞ്ചിയിൽ മാത്രമാണ്. അതെ, വളരെ വളരെ സുരക്ഷിതമാണല്ലേ, പേടിക്കാനൊന്നുമില്ല. ചേട്ടൻ ഇവിടുത്തുകാരനാണോ? ഇവിടെ അടുത്ത് തന്നെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? മക്കളൊക്കെയാണ്. മക്കൾ ഇങ്ങോട്ട് വരാറുണ്ടോ? ജോലിക്ക് പോവും. ഇവിടെ എത്ര വഞ്ചിക്കാരാ ഈ സ്ഥലത്ത്? ഈ എണ്ണാനുള്ളത് തന്നെയുള്ളു. ശരി. അപ്പൊ പുള്ളിലെ വഞ്ചിക്കാരിൽ ഒരാളായ ഷാജുവിനൊപ്പം ആണ് നമ്മളുള്ളത്. എന്തായാലും പ്രഭാത കേരളം പുള്ളിൽ നിന്ന് തുടരുകയാണ്. ഇനിയും ഒട്ടനവധി വാർത്തകൾ, ദേശീയ വാർത്തകൾ, ഇന്റർനാഷണൽ വാർത്തകൾ ഒക്കെ കാണാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് പുള്ളിലെ മനോഹരമായ കുട്ടവഞ്ചിയിൽ നിന്ന് ഞങ്ങളിത് കറക്കി വിടാവോ? പുള്ളിലെത്തുന്നവർ എന്തായാലും ഈ കുട്ടവഞ്ചി സവാരി ഉറപ്പായിട്ടും ഇത് എടുക്കണം. നല്ല രസമാണ്. ആദ്യം നമുക്ക് ചെറിയ പേടിയൊക്കെ വന്നെങ്കിലും കറക്കിക്കോ ചേട്ടാ. റെഡിയാണ്. ഇതാണ് ധനേഷും പ്രജിത്തും പറയുന്ന വൈബ്. അതെ, തീർച്ചയായിട്ടും.
അപ്പോ ഈ പുള്ളിലെ കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് നീണ്ടു നിവർന്ന് കിടക്കുന്ന കോൾപ്പാടത്തിന്റെ കാഴ്ചകൾക്കൊപ്പം ഇങ്ങനെയും ഇവിടെ ആസ്വദിക്കാം. ഇവിടെ എത്തുന്നവർ, സഞ്ചാരികൾ ഇവിടെ എത്തുന്നവർ മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം തൃശ്ശൂരിലെ പുള്ള്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ 12-13 കിലോമീറ്റർ മാത്രമേ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ളൂ, ടൗണിൽ നിന്നുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും എല്ലാവർക്കും വരാൻ പറ്റും. വരുമ്പോ സമയം കൃത്യമായിട്ട് നോക്കി വരിക. ഒന്നെങ്കിൽ വെളുപ്പിന് രാവിലെ വരിക, അതെ 7 മണിക്കെങ്കിലും ഇവിടെ എത്തുക. അപ്പൊ സൂര്യോദയം കാണാൻ സാധിക്കും. വൈകുന്നേരം ആണെങ്കിൽ അസ്തമയ സമയം നോക്കി ഇറങ്ങിയാൽ വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ട് കുടുംബത്തോടൊപ്പം കുറെ സമയം ചെലവഴിച്ച് ഇവിടെ നിന്ന് മടങ്ങാം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ആ സൈഡിലൊക്കെ സൂര്യകാന്തി കൃഷി കൂടി തുടങ്ങാനുള്ള ഒരു പദ്ധതി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെയൊക്കെ കുറെ സൂര്യകാന്തി പൂക്കൾ നമ്മൾ കണ്ടു. അപ്പൊ എങ്ങനെ, അതെ, അപ്പൊ എങ്ങനെ പുള്ളിനെ കൂടുതൽ മനോഹരമാക്കാം എന്ന് പറയുമ്പോഴും നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ വരരുത്, കോൺക്രീറ്റ് വികസനം വരാനേ പാടില്ല, ഇത്ര വികസനം മതി. അതുപോലെ തന്നെ ഇവിടെ പറ്റുന്ന ആൾക്കാർ വന്നാൽ മതി. നിയന്ത്രിക്കേണ്ട ഘട്ടം വരുമ്പോൾ അത് നിയന്ത്രിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇവിടെ ഒരു വലിയ കോൺക്രീറ്റ് വനവും കോൺക്രീറ്റ് കെട്ടിടങ്ങളും വലിയ ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഡെവലപ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നു. ആകെയുള്ളത് ഈ പാടവും പുഞ്ചപ്പാടവും ഈ കായലും ഈ തോടും ഇതൊക്കെയാണ്. ഇതിന്റെ മുകളിൽ ഒരു തരത്തിലുള്ള ആധുനിക വികസനവും വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കിപ്പോ ഒരു ഇടവേളയിലേക്ക് പോയേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഒട്ടനവധി വാർത്തകൾ വരാനുണ്ട്. ഏറ്റവും പ്രധാനം ഇന്ന് ONV കുറുപ്പിന്റെ ഓർമ്മ ദിനമാണ്. പ്രശസ്ത കവി, ഗാനരചയിതാവ്, അധ്യാപകൻ, പൊതുപ്രവർത്തകൻ, അങ്ങനെ പിന്നെ പുള്ളിന്റെ, പുഞ്ചപ്പാടത്തിന്റെ, ഈ ഇവിടുത്തെ നെൽകൃഷിയുടെയൊക്കെ വിജയത്തിന്റെയും മനോഹാരിതയുടെയും കഥയൊക്കെ പറയുന്നതിനിടയിലാണ് പാലക്കാട്ടെ നെൽകർഷകരുടെ ഒരു ദുരിതത്തെക്കുറിച്ച് പ്രസാദ് റിപ്പോർട്ട് ചെയ്തത്. ഇതേ അവസ്ഥ തന്നെയാണത്രേ പിന്നെ കുട്ടനാട്ടിൽ നിന്നും. ആ വാർത്തയും ഒക്കെ കാണാം. ഇടവേളയ്ക്ക് ശേഷം പുള്ളിൽ നിന്ന് തന്നെ, പുള്ളിലെ മനോഹരമായ ഈ ഒരു ഫ്രെയിമിൽ നിന്ന് തന്നെ പ്രഭാത കേരളം തുടരും. തൽക്കാലം ഒരു ഇടവേളയാണ്. പ്രഭാത കേരളം തുടരുകയാണ്. പുള്ളിൽ നിന്ന് തൃശൂരിലെ പുഞ്ചപ്പാടത്തിന് നടുവിലാണ്. പുഞ്ചപ്പാടം, തോട്, ആമ്പൽ, താമരപ്പാടം വളരെ വിജയകരമായി പ്രകൃതി നിറയ്ക്കുന്ന വെള്ളക്കെട്ടിനെ ചോർത്തിക്കളഞ്ഞ് വിജയകരമായി പുഞ്ചകൃഷി ചെയ്യുന്ന കർഷകരുടെ വീരഗാഥ, വിജയഗാഥയുള്ള സ്ഥലത്താണ് നമ്മളിപ്പോഴുള്ളതെങ്കിൽ ചില കൈക്കുന്ന, വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളുമുണ്ട്. അല്പം മുമ്പ് പാലക്കാട്ട് നിന്ന്, കേരളത്തിന്റെ നെല്ലറ എന്ന് പറയുന്ന പാലക്കാട്ട് നിന്ന് അവിടുത്തെ നെൽകർഷകർ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച്, അതായത് വിതച്ച് കൊയ്ത നെല്ലിനുള്ള പണം കിട്ടാതെ വിഷമിക്കുന്ന കർഷകരുടെ കഥ സതീശൻ എന്ന കർഷകരിലൂടെ അവതരിപ്പിച്ചെങ്കിൽ, മറ്റൊരു നെൽകൃഷിക്ക് പേരുകേട്ട കുട്ടനാട്ടിലെ സ്ഥിതിയും അതേ അവസ്ഥ തന്നെയാണ്. ശരണ്യ സ്നേഹിജൻ അവിടുത്തെ കർഷകരുടെ അവസ്ഥ കാണാനായി പോയിരുന്നു. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് തകഴിയിൽ 1415 ഏക്കർ പാടശേഖരത്തിലെ കൃഷി കർഷകർ വേണ്ടെന്ന് വെച്ചു, ഉപേക്ഷിച്ചു. അപ്പൊ ആ കർഷകരുടെ മാത്രം പ്രശ്നമല്ല, അവരുടെ മാത്രം പ്രതിസന്ധിയല്ല, 20,000-ഓളം കർഷക തൊഴിലാളികൾക്കാണ്, അതായത് ഈ അനുബന്ധ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 20,000-ഓളം പേർക്ക് തൊഴിൽ നഷ്ടമായി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. 20,000-ഓളം പേരെന്ന് പറയുമ്പോൾ അവർ ഒറ്റയ്ക്കല്ല, 20,000 കുടുംബങ്ങൾ. അതെ, അത് എത്ര പേരായിരിക്കും അതിനെ ആശ്രയിച്ച്? 1,00,000-ലധികം പേരുടെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ പലതും വലിയ ബജറ്റ് പ്രഖ്യാപനങ്ങളും വിദേശ വായ്പയും ഒന്നുമില്ലാതെ തന്നെ പരിഹരിക്കാവുന്ന ചില കാര്യങ്ങളാണിത്. നമ്മൾ പാടങ്ങൾ സംരക്ഷിക്കണം, പാടം നികത്തരുത്, ഇത് സംരക്ഷിക്കണം, കൃഷിക്ക് ഊന്നൽ നൽകണം, കൃഷി പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോഴും ഇത് കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. ഒപ്പം ഓരോ കർഷക ആത്മഹത്യ വരുമ്പോഴും ഇനിയൊന്നും ഉണ്ടാകരുത് എന്ന് നമ്മൾ പറയുമ്പോൾ ഇവർ ആദ്യം ഇറക്കുന്ന കൃഷി അതിനുള്ള പൈസ ലഭിക്കാതെ വരുന്നു, ഇവർ കടമെടുക്കുന്നു, വീണ്ടും കൃഷി തുടങ്ങുന്നു. ഇങ്ങനെ എവിടെ അവസാനിപ്പിക്കണമെന്നറിയാതെ വരുമ്പോഴാണ് അവർക്ക് ആ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യം അവർക്ക് മുന്നിൽ ഉണ്ടാകുന്നത്. അതൊരിക്കലും ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം, അത് അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരന്തമാണ്, ഒരു ദുരിതമാണ് അവർക്ക്. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വളരെ മോശമാണ്. നമ്മുടെ നട്ടല്ലായ കാർഷിക മേഖലയെ നമ്മളൊരു കൈത്താങ്ങാകുന്നതിന് പകരം അത് കണ്ടില്ല എന്ന് നടിക്കുന്നവർക്ക് മുന്നിലേക്ക് നമുക്ക് ഈ റിപ്പോർട്ട് സമർപ്പിക്കാം.
ഈ തരിശായി കിടക്കുന്നത് 20,000-ഓളം കുടുംബങ്ങൾക്ക് അന്നം നൽകിയിരുന്ന പാടശേഖരങ്ങളാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം പാടശേഖരങ്ങൾ രജിസ്റ്റർ ചെയ്ത തകഴി കൃഷി ഓഫീസിന് കീഴിലുള്ള പാടങ്ങളിലാണ് കർഷകരുടെ മരണമണി മുഴങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസമായി നെല്ല് സംഭരിച്ച ഇനത്തിൽ ലഭിക്കാനുള്ളത് 9 കോടി. എന്ന് കിട്ടുമെന്ന് പോലും പ്രതീക്ഷയില്ലാതായതോടെ കുന്നുമ്മ പടിഞ്ഞാറ്, കരിയാർ മുടിയിലക്കരി, 400, മുക്കട കിഴക്ക്, ചെട്ടുതറക്കരി, പന്നക്കളം പാടശേഖരങ്ങളിലെ കൃഷി കർഷകർ എന്നേക്കുമായി ഉപേക്ഷിച്ചു. നെല്ലങ്ങോട്ട് കൊയ്തിട്ട് കഴിഞ്ഞാൽ കിഴിവെന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു കിൻഡൽ നെല്ലിന് 3 കിലോ 4 കിലോ കിഴിവ്. ആ 4 കിലോ ഇപ്പം എനിക്ക് 100 കിൻഡൽ നെല്ലുണ്ടെങ്കിൽ അതിന് 8 കിൻഡൽ അല്ല 9 കിൻഡൽ നെല്ല് ഞാൻ ഇവർക്ക് ഫ്രീ കൊടുക്കണം. ആ ഫ്രീ കൊടുക്കുന്ന നെല്ലിൻ്റെ ചുമട്ടുകൂലി, വാരുകൂലി, വണ്ടിക്കൂലി, വള്ളക്കൂലി ഇതെല്ലാം ഞാൻ കൊടുക്കണം. ഞാൻ ദാനമായിട്ട് കൊടുക്കുന്ന മുതലാണ്. അതിൻ്റെ വരെ സകല എക്സ്പെൻസും ഞാൻ വഹിക്കണം. ഇത് കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ മാറി മാറി വരുന്ന സർക്കാരുകളെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. ഹാൻഡിലിംഗ് ചാർജ് ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. എന്ന് സപ്ലൈകോ നെല്ലെടുക്കാൻ തുടങ്ങി അന്ന് 12 രൂപ നിജപ്പെടുത്തി. ആ 12 രൂപയാണ് ഈ 2023 ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതും കിട്ടാനില്ല. ഏക്കറിന് 35,000-ഓളം രൂപ ചെലവ് കർഷകനായിട്ടുണ്ട്. പലരും കടം കയറി ആത്മഹത്യയുടെ വക്കിലാണ്. തകഴി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ വിലതവണക്ക് നിലമുള്ളത്. അവിടെ കൃഷി ഓഫീസർ വരുന്നില്ല. ഏതെങ്കിലും ഒരു ടീമിനെ വെച്ചിട്ട് അവർ ഓതറൈസ് ചെയ്ത്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈയിടെ കറണ്ട് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒന്ന് കൊടുക്കാൻ ഒരു അപേക്ഷ എന്ന് കഴിഞ്ഞപ്പോൾ അവർ ആലപ്പുഴ ഇരിക്കും. ഞങ്ങൾ പിന്നെ ആലപ്പുഴ പോയി അവിടെ സൈൻ ചെയ്തിട്ട് മേടിച്ചുകൊണ്ട് ഞങ്ങൾ കൊടുത്തു. കൃഷിയെ സംബന്ധിച്ച് ഒന്നും നമുക്ക് ഒരു ഇടപാട് ഒരുപാട് സംസാരിക്കാൻ എടുക്കാണ്. മറ്റവർക്കൊക്കെ എന്നാൽ ഓഫീസിരിക്കുന്ന സ്റ്റാഫിന് ഒരു പരിധിയുണ്ടല്ലോ, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ മേളിലാണല്ലോ കൃഷി ഓഫീസർ ഇരിക്കുന്നത്. അവരില്ല. ആൾ ഇന്ന് വരും, നാളെ വരും, എപ്പോൾ ചെല്ലുമ്പോൾ പറയും അടുത്ത ആഴ്ച വരും. അതിലെ ഒരുപാട് ആൾക്കാർ. പിന്നെ ഞങ്ങളിത് ഇനി എന്ത് ചെയ്യണം? ഞങ്ങൾ ഈ പൈസയും കിട്ടുന്നില്ല, അതിന് ഒരു നാഥനില്ലാത്ത കളരിയെ കണക്കായിപ്പോ എന്നുള്ളതാണ് ഈ കൃഷി. ഞങ്ങളുടെ ഉപജീവനം കൃഷിമാർഗമാണ്. ഞങ്ങളിനി എന്ത് ചെയ്യണം? തകഴിയിലെ 63 പാടശേഖരങ്ങളിലും സമാനമായ സാഹചര്യമാണ്. പലരും കാർഷിക വൃത്തി തന്നെ ഉപേക്ഷിച്ചു. തൽസ്ഥിതി തുടർന്നാൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് കർഷകർ നീങ്ങും. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. അപ്പൊ ശരണ്യ കൊണ്ടുവന്ന ഈ വാർത്ത അധികൃതർ, കൃഷി മന്ത്രി അടക്കമുള്ളവർ, ശരണ്യയുടെ അല്ലെങ്കിൽ ആലപ്പുഴയുടെ കുട്ടനാട്ടുകാരൻ അല്ലെങ്കിൽ ആലപ്പുഴയിലെ ആള് തന്നെയാണ് മന്ത്രി, കൃഷി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടട്ടെ, സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടട്ടെ. അതെ, പ്രഖ്യാപനങ്ങൾക്കപ്പുറമുള്ള തീരുമാനം ഉണ്ടാവട്ടെ. നമ്മൾ ഇനി പോകുന്നത് ഒരു ആ കാഴ്ചയെ നമുക്ക് ഒരിക്കലും കൗതുകം എന്ന് പറയുന്നില്ല, പേടിപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ചയിലേക്കാണ്. അട്ടപ്പാടി ചുരത്തിൽ കാട്ടാനയ്ക്ക് മുന്നിൽ ഒരു ആംബുലൻസ് പെട്ടു. രോഗിയുമായിട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസ് ആണ് കാട്ടാനയ്ക്ക് മുന്നിൽ പെട്ടത്. 1 കിലോമീറ്ററോളം ആംബുലൻസ് പുറകിലേക്ക്. കാണാൻ സിനിമയിലോ അല്ലെങ്കിൽ വൈറൽ വീഡിയോയിലോ ഒക്കെ കാണാൻ നല്ല കൗതുകം അശ്വതി പറഞ്ഞ ആയിരിക്കുമെങ്കിലും ജീവൻ കയ്യിൽ പിടിച്ചിരിക്കുന്നവരുടെ അവസ്ഥ ഒട്ടും കൗതുകം നിറഞ്ഞത് അല്ല. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. തിരിഞ്ഞോ? സേരണം കിട്ടാലോ? സേരണം കിട്ടാലോ? സാറിന് കിട്ടാൻ പണി തരുമോ? പണി ചിലപ്പോൾ പണി തരും. തിരിഞ്ഞോ? സേരണം കിട്ടാലോ? സേരണം കിട്ടാലോ? സാറിന് കിട്ടാൻ പണി തരുമോ? പണി ചിലപ്പോൾ പണി തരും. പ്രസാദ്, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? വളരെ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അല്ലെ? ആംബുലൻസും രോഗിയും എന്നുള്ളത് പോട്ടെ, സാധാരണ ഒരാൾ പോലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുകഴിഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ? എന്താണ് ഇതിന്റെ വിശദമായ വിവരങ്ങൾ? പ്രദീപ്, ഇന്നലെ വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അട്ടപ്പാടി ചുരത്തിൽ ഇറങ്ങിയ കാട്ടാന ഏറെക്കുറെ 1 മണിക്കൂറോളം നേരം അവിടെ ഗതാഗതം, ഇരുഭാഗത്തേക്കുള്ള ഗതാഗതം ഇതേ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു. ഈ സമയത്താണ് അട്ടപ്പാടിയിൽ നിന്നും കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഒരു രോഗിയെ
രോഗിയെ കൊണ്ടുപോവുകയായിരുന്നു. ആ സമയത്താണ് ഈ കാട്ടാനയുടെ മുന്നിൽ ഈ ആംബുലൻസ് പെടുന്നത്. വളരെ അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആന റോഡിൽ നേരെ നടന്നു പോകുന്നു. പെട്ടെന്ന് വളവ് തിരിഞ്ഞ് ആംബുലൻസ് ഈ കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീടൊരു ഏറെക്കുറെ 1 കിലോമീറ്ററോളം ഈ വാഹനത്തിന് പുറകോട്ടെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ആംബുലൻസ് മാത്രമല്ല KSRTC ബസ്സും ഇത്തരത്തിൽ കാട്ടാനയ്ക്ക് മുന്നിൽ പെട്ടിരുന്നു. KSRTC ബസ്സും ഇതുപോലെ തന്നെ പുറകോട്ടെടുത്താണ് രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ആ പ്രദേശത്ത് സാധാരണ ഈ പകൽ സമയങ്ങളിൽ ചുരം റോഡിൽ കാട്ടാന അങ്ങനെ കാണാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അട്ടപ്പാടി ചുരത്തിലും ഈ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതി ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളിലൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഏറ്റവും കൂടുതൽ വളവുകളുള്ള ഒരു ചുരം കൂടിയാണ് ഈ അട്ടപ്പാടി ചുരം. 10-12 വളവ്, വലിയ വളവുകൾ തന്നെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളവ് തിരിഞ്ഞ് കാട്ടാന വല്ലതും മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ആ സമയത്തായിരിക്കും ഇത് കാണാൻ കഴിയുന്നത്. നമുക്ക് വളരെ ദൂരെ നിന്ന് കാണാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി നേരിടുന്നുണ്ട്. എന്തായാലും വളരെ വിദഗ്ധമായി തന്നെ ഡ്രൈവർ ആംബുലൻസ് പുറകോട്ടെടുത്തത് കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് എന്ന് നമുക്ക് പറയാൻ കഴിയുക. KSRTC ബസ്സും ഇതേപോലെ തന്നെ സമാനമായ രീതിയിൽ പുറകോട്ടെടുത്താണ് രക്ഷപ്പെട്ടത്. അപ്പോൾ പ്രസാദ്, ഇത് വളരെ പരിഹാരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോലും പറയാനില്ല. കാട്ടാനയുടെ റോഡിൽ കയറണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെ, അട്ടപ്പാടിയിൽ എപ്പോഴും ഒരു പ്രശ്നമാകുന്നത് ഈ റോഡും പിന്നെ ഈ അവരുടെ യാത്രാ ദുരിതവുമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാട്ടാനയുടെ ശല്യം. അത് ആംബുലൻസുമായി, രോഗിയുമായി പോയ ആംബുലൻസ് ആകുമ്പോൾ അതിന്റെ ഗൗരവം വളരെ വർദ്ധിക്കുകയാണ്. എന്തായാലും പ്രസാദാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഇനി ദേശീയ വാർത്തയിലേക്ക് പോവുകയാണ്. നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. ത്രിപുര തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കണം അല്ലെ മുഖ്യ അജണ്ട? പ്രധാനമന്ത്രി അവിടെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള റാലിയിൽ പങ്കെടുക്കും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. വോട്ടെടുപ്പിനാണെങ്കിൽ ഇനി കഷ്ടിച്ച് 2 ദിവസം മാത്രമാണ് ബാക്കി. എന്തൊക്കെയാണ് ദേശീയ വാർത്തകൾ, രാഗേഷ്? പ്രദീപ്, അശ്വതി, ഗുഡ് മോർണിംഗ്. ത്രിപുരയിൽ പോരാട്ടം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പോരാട്ടം കടുക്കുകയാണ്. കാരണം പരസ്യ പ്രചാരണം നാളെ അവസാനിക്കുകയാണ്. പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കുമ്പോൾ BJP IPFT സഖ്യത്തിനൊപ്പം തന്നെ പ്രചാരണത്തിൽ മുന്നേറുകയാണ് CPM കോൺഗ്രസ് സഖ്യവും ഒപ്പം തന്നെ ത്രിപുര മോദ എന്ന പാർട്ടിയും. ഏതായാലും ത്രിപുര തെരഞ്ഞെടുപ്പിനെ ഈ ഘട്ടത്തിൽ നിർണായകമാക്കുന്നത് ത്രിപുര മോദ എന്ന പാർട്ടിയുടെ സ്വാധീനം അല്ലെങ്കിൽ ആ പാർട്ടിയുടെ സാന്നിധ്യം തന്നെയാണ്. കാരണം 3 വർഷം മുമ്പ് തുടങ്ങിയ പാർട്ടിയാണ്, രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ് ത്രിപുര മോദ. ആ പാർട്ടി പിടിക്കുന്ന വോട്ടുകളായിരിക്കും ത്രിപുരയിൽ ആര് ഭരിക്കുമെന്ന് നിർണ്ണയിക്കുക. അങ്ങനെ കടുത്ത പോരാട്ടത്തിലേക്ക് ത്രിപുര നീങ്ങുകയാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ കോൺഗ്രസും ഒപ്പം തന്നെ CPM അവിടെ പ്രധാനപ്പെട്ട ശക്തികളായി മാറിയിരുന്നെങ്കിൽ 2018 BJP എന്ന പാർട്ടി അവിടെ ശക്തമാകുന്നു, ഒപ്പം തന്നെ അധികാരം പിടിക്കുകയും ചെയ്യുന്നത്. പക്ഷേ 5 വർഷം കഴിയുമ്പോൾ അവിടെ CPM ഒപ്പം തന്നെ കോൺഗ്രസും സഖ്യമായി മത്സരിക്കുന്നതെന്നാണ് ത്രിപുര തെരഞ്ഞെടുപ്പിനെ ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രത്യേകത അർഹിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഏറ്റുമുട്ടിയിരുന്ന 2 പാർട്ടികൾ, ആ പാർട്ടികൾ ഇത്തവണ സഹകരണത്തിൽ മത്സരിക്കുന്ന പ്രത്യേകത. നേതാക്കൾ ഇതിനോടകം തന്നെ അവകാശപ്പെട്ടിട്ടുള്ളത് ജനങ്ങളാണ് ഇത്തരമൊരു സഖ്യം ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. അങ്ങനെ നേതാക്കൾ ഏതായാലും അത്തരമൊരു പ്രതികരണം നടത്തുന്നു. അപ്പോൾ തന്നെ ത്രിപുര മോദ എന്ന് പറയുന്ന പാർട്ടി, കാരണം 60 മണ്ഡലങ്ങളാണ് ത്രിപുരയിലുള്ളത്. അതിൽ തന്നെ 42 മണ്ഡലങ്ങൾ ത്രിപുര മോദ മത്സരിക്കുന്നു. ഇതിൽ 20 മണ്ഡലങ്ങൾ ഗോത്ര സ്വാധീന മണ്ഡലങ്ങളാണ്, സംവരണ മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ 20ൽ 18 മണ്ഡലങ്ങളിലും വിജയിച്ചത് BJP സഖ്യമായിരുന്നു. ആ മണ്ഡലങ്ങളിൽ വോട്ട് ത്രിപുര മോദ എത്ര പിടിക്കും അല്ലെങ്കിൽ ആ സീറ്റുകൾ എത്ര പിടിക്കും അതിനെ ആശ്രയിച്ചായിരിക്കും BJPക്ക് ഭരണം നിലനിർത്താൻ കഴിയുമോ അതോ കോൺഗ്രസ് CPM സഖ്യത്തിന് ഒരു മുന്നേറ്റം നടത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. ഏതായാലും ത്രിപുര CPMന്റെ നേതാക്കളോട് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് മത്സരിക്കാത്ത മറ്റു മണ്ഡലങ്ങളിൽ ത്രിപുര മോദയുമായി നീക്കുപോക്കുണ്ടെന്ന് സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല കോൺഗ്രസുമായി സഖ്യമായിട്ടാണ് ഇത്തവണ CPM മത്സരിക്കുന്നത്. CPM കഴിഞ്ഞ തവണ പല സീറ്റുകളിലും നേരിയ വ്യത്യാസത്തിലാണ് BJPയോട് പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ സഖ്യം ഗുണം ചെയ്യുമെന്നൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ നേതാക്കൾക്കുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം, നേരത്തെ ബംഗാളിലൊക്കെ സമാനമായ രീതിയിൽ
കോൺഗ്രസും CPM സഖ്യമായി മത്സരിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ CPMന്റെ വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ലഭിച്ചിരുന്നു. പക്ഷേ തിരിച്ച് കോൺഗ്രസിന്റെ വോട്ടുകൾ CPM സ്ഥാനാർത്ഥിക്ക് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സഖ്യം ഏത് തരത്തിൽ താഴെത്തട്ടിൽ അണികൾ എങ്ങനെ എടുക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ സഖ്യത്തിന്റെ മുന്നേറ്റം. ഏതായാലും വാശിയേറിയ പോരാട്ടം ത്രിപുരയിൽ നടക്കുന്നു. അധികാരം നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും BJPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിനിഞ്ഞാന്ന് ത്രിപുരയിൽ 2 റാലികളിൽ പങ്കെടുത്താണ്. ഇന്ന് അദ്ദേഹം വീണ്ടും എത്തുകയാണ്. അഗർത്തലയിലാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ റാലി ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കമുള്ള റാലികളിൽ കേരളത്തിലെ കാര്യങ്ങൾ അടക്കം പരാമർശിക്കുകയും ചെയ്തിരുന്നു. അതായത് കേരളത്തിൽ 2 പാർട്ടികളും തമ്മിൽ ഗുസ്തിയാണ്. പക്ഷേ ത്രിപുരയിലേക്ക് എത്തുമ്പോൾ സാഹചര്യം മാറുന്നു. ഇവിടെ ചങ്ങാതിമാരാണ് എന്ന പരാമർശം നരേന്ദ്രമോദി നടത്തിയിരുന്നു. ഇങ്ങനെ ഈ സഖ്യത്തെ അടക്കം വിമർശിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് അഗർത്തലയിൽ അതായത് CPMന്റെയും കോൺഗ്രസിന്റെയും സംയുക്ത റാലിയും നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ സഖ്യം ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ തന്നെയാണ് CPM ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വമുള്ളത്. അപ്പോ രാകേഷ്, അതാണ് പ്രധാനപ്പെട്ട വാർത്ത. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ത്രിപുരയിലെ കോൺഗ്രസ് CPM സഖ്യം തന്നെയാണ്. അത് സംബന്ധിച്ച് നമുക്ക് തന്നെ ഒരു എക്സ്ക്ലൂസീവ് ഇൻപുട്ട് എന്ന് പറയാം. CNN News 18 കൊൽക്കത്ത അസോസിയേറ്റ് എഡിറ്റർ കമാലിക സെൻഗുപ്തയുടെ കഴിഞ്ഞ ദിവസത്തെ 1-to-1 അല്ലെങ്കിൽ ഷോർട്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു സീതാറാം യെച്ചൂരിയുടേത്. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, അവിടെ നടക്കുന്ന ഭരണകൂട ഭീകരതയാണ്, അതിനെ നേരിടാൻ ഒരുമിച്ച് നിൽക്കാം എന്നുള്ളൊരു ധാരണ ജനവികാരം അതാണെന്ന് മനസ്സിലാക്കി ആണ് അങ്ങനെ ഒരു സഖ്യം രൂപപ്പെട്ടത് എന്നൊരു ന്യായീകരണവും സീതാറാം യെച്ചൂരി മുന്നോട്ട് വെച്ചു. എന്തായാലും CPMും കോൺഗ്രസും അവിടെ കൈകോർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, പല സീറ്റുകളിലും ഇവർക്ക് സ്ഥാനാർത്ഥികൾ ഇല്ല കോൺഗ്രസിന്. അതുകൊണ്ട് തന്നെ പരസ്പരം സഹായിക്കാം, ഒരുമിച്ച് പോരാടാം. അപ്പോൾ BJP വിരുദ്ധ മുന്നണിയിലേക്ക് തൃണമൂൽ കോൺഗ്രസ് എന്തുകൊണ്ടില്ല എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് അവരൊരു ജനാധിപത്യ കക്ഷിയല്ല, ജനാധിപത്യ സ്വഭാവമില്ല, അവർ ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സോ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യവും സീതാറാം യെച്ചൂരി പറയുന്നുണ്ടായിരുന്നു. അതേസമയം നേർക്കുനേർ മത്സരിക്കുന്ന ആ വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പോ അങ്ങനെ വരുന്ന കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, കേരളം പോലെ മറ്റൊരു സംസ്ഥാനം ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സഖ്യത്തിന്റെ ആവശ്യമില്ല, പരസ്പരം മത്സരിക്കാം. ഏതായാലും മുഖ്യശത്രു BJP ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസും CPMും ത്രിപുരയിൽ കൈകോർക്കുകയാണ്. അതുകൊണ്ട് എന്ത് ഫലം റിസൾട്ടിൽ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ത്രിപുര സംബന്ധിച്ച് ഉള്ളതും പ്രധാനമന്ത്രിയുടെ റാലി അടക്കമുള്ള ദേശീയ വാർത്തകൾ തുടർന്നുള്ള ബുള്ളറ്റിനുകളിൽ ന്യൂസ് റൂം ലൈവിലൊക്കെ നമുക്ക് കാണാം. ഇനി നമുക്ക് അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ നമുക്ക് വലിയ ദുഃഖം തരുന്ന കാഴ്ചകളും ഒക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. ഭൂകമ്പത്തെ തുടർന്ന് തുർക്കിയിൽ 34,000-ലേറെ പേർ തുർക്കിയിലും സിറിയയിലുമായി കൊല്ലപ്പെട്ടു എന്നുള്ള വളരെ ദുഃഖകരമായ വാർത്ത. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. പ്രഭാത കേരളം അതിന്റെ അവസാന ഘട്ടങ്ങളിലാണ്. ഞങ്ങൾ ഇവിടെ കുട്ടവഞ്ചിയിലാണ്. പക്ഷേ ഇത്ര മനോഹരമായ അല്ലെങ്കിൽ സന്തോഷമുള്ള വാർത്തയല്ല അല്ലെ തുർക്കിയിൽ നിന്നും സിറിയയിൽ നിന്നും ഒക്കെ വരുന്നത്? പ്രദീപ്, അശ്വതി, ഈ തുർക്കി ഭൂകമ്പം ഉണ്ടായിട്ട് നമുക്കറിയാം, ലോകത്ത് തന്നെ ഞെട്ടിച്ച തുർക്കി സിറിയൻ ഭൂകമ്പം ഉണ്ടായിട്ട് ഇന്ന് ഒരാഴ്ച പിന്നിടുകയാണ്. 33,000-ലധികം മരണസംഖ്യ എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക്. പക്ഷേ മരണം 55,000-ന് മുകളിൽ പോകുമെന്നാണ് UN അറിയിക്കുന്നത്. കാരണം ഇപ്പോഴും മൃതദേഹ അവശിഷ്ടങ്ങൾക്കിടയിൽ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. 5 ദിവസത്തിന് ശേഷമൊക്കെ ആളുകൾ രക്ഷപ്പെടുത്തിയൊക്കെ നമ്മൾ കണ്ടു. ഏതാണ്ട് 50,000-ന് മുകളിൽ ആളുകൾ തുർക്കിയിലും സിറിയയിലുമായി ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ടാകും എന്ന ദുഃഖകരമായ ഒരു കണക്ക് UN പുറത്തുവിടുന്നുണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, അമേരിക്കയുടെ ആകാശത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അജ്ഞാത വസ്തുക്കൾ, അത് ഈ ബലൂണുകൾ, ചാര ബലൂണാണെന്നാണ് അമേരിക്കയുടെയും കാനഡയുടെയും മറ്റു അവകാശവാദം. കഴിഞ്ഞ ദിവസം അമേരിക്ക കാനഡ അതിർത്തിയിൽ ഇത്തരം ഒരു ബലൂൺ കൂടി കണ്ടു, അജ്ഞാത വസ്തു കണ്ടു. അത് ബലൂണാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു ബസിന്റെ വലിപ്പമുള്ള ബലൂൺ ആണെങ്കിൽ ഇതൊരു കാറിന്റെ വലിപ്പമുള്ള ബലൂണാണ് എന്നാണ് അമേരിക്കയും കാനഡയും പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റും കനേഡിയൻ പ്രസിഡന്റും സംയുക്തമായാണ് ഈ വസ്തു വെടിവെച്ചിടാനുള്ള തീരുമാനമെടുത്തത്. അത് വെടിവെച്ചിട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. ഈ 10 ദിവസത്തിനിടെ വെടിവെച്ചിടുന്ന 4ാമത്തെ ബലൂണാണ് ഇതെന്നുള്ളതാണ്. ഒപ്പം ചൈനയും പറയുന്നത് അവരുടെ ആകാശത്തും അത്തരത്തിൽ ഒരു അജ്ഞാത വസ്തു കണ്ടു, അതും ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ്. അങ്ങനെ ചൈനയും അമേരിക്കയും മറ്റുമായി വലിയ വാഗ്വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. മറ്റൊരു പ്രധാന വാർത്ത, നിക്കരാഗോയിലെ പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടേഗയുടെ
നിശിത വിമർശകനായ കത്തോലിക്ക ബിഷപ്പ് റൊളാൻഡോ അൽവാരസിന് 26 വർഷം ജയിൽ ശിക്ഷ എന്നുള്ളതാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വീട്ടുതടങ്കലിലാക്കിയിരുന്നു. മറ്റ് 222 തടവുകാർക്കൊപ്പം ബിഷപ്പിനെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും US-ലേക്കുള്ള വിമാനത്തിൽ കയറ്റിവിടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. തുടർന്ന് മൊഡേലയിലെ ജയിലിലടച്ച ബിഷപ്പിനെ നിക്കാരാഗ്വ പൗരത്വം റദ്ദാക്കി എന്ന വാർത്തയും വരുന്നുണ്ട്. ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിലാണ് ബിഷപ്പിനെതിരായ നടപടി എന്നുള്ള വിമർശനമാണ് രാജ്യത്ത് ഉയർന്നത്. അത് ഇന്റർനാഷണൽ തലത്തിൽ വലിയ പ്രാധാന്യമുള്ള വാർത്തയായി വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ ബംഗ്ലാദേശിന്റെ 22ാമത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത് മുൻ ജഡ്ജി മുഹമ്മദ് ഷഹാബുദ്ദീൻ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. 74 വയസ്സുകാരനാണ്. പാർലമെന്റിൽ വൻ ഭൂരിപക്ഷമുള്ള അവാമി ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. മറ്റ് ആരും ഈ സ്ഥാനാർത്ഥി നിർത്തിയിരുന്നില്ല. അതുകൊണ്ട് ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ടുണ്ടായി. പ്രധാന പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയിലെ MP-മാർ മുഴുവൻ രാജിവെച്ചതിനാൽ അവരിൽ ആർക്കും മത്സരിക്കാനായില്ല എന്ന വളരെ പ്രധാനപ്പെട്ട വിവരവുമുണ്ട്. 350 അംഗ പാർലമെന്റിൽ അവാമി ലീഗിന് 305 MP-മാരുടെ സാന്നിധ്യമുണ്ട് താനും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ വാർത്തകൾ. ബാക്ക് ടു പ്രദീപ് ആൻഡ് അശ്വതി. ശരി രഞ്ജിത്ത്, താങ്ക് യു വെരി മച്ച്. തുടർന്നുള്ള ബുള്ളറ്റിനുകളിൽ ദേശീയ രാജ്യാന്തര വാർത്തകൾ കൂടുതൽ ഉണ്ടാകും. ഉള്ളിൽ നിന്നാണ് പ്രഭാത കേരളം ഇന്ന് ന്യൂസ് 18 കേരളം പ്രേക്ഷകരിലേക്ക് എത്തിയത്. പ്രേക്ഷകർക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. തൃശൂർ ടൗണിൽ നിന്ന് 13 കിലോമീറ്റർ മാത്രം അകലെ പുഞ്ചകൃഷിയും പാടവും, എന്താ പറയുക, താമരപ്പാടവും മത്സ്യപാടവും ആമ്പൽ പൂക്കളും കുട്ടവഞ്ചി സവാരിയും ഒക്കെയുള്ള ഒരു കൊച്ചു മനോഹരമായ ഗ്രാമം. ആ ഭംഗി ആസ്വദിക്കാനായി ഇവിടെ വരാം. പക്ഷെ വരുന്നവർ ദയവായി നമ്മുടെ ചുറ്റും ചില പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കണ്ടു. നമ്മൾ കൂടി വിചാരിക്കുക ഇതിനെ മനോഹരമായി തന്നെ നിലനിർത്താൻ. കേരളത്തിൽ വളരെ ചുരുക്കം സ്ഥലങ്ങൾ മാത്രമാണ് ഇത്രയും ഭംഗിയോടെ, തനത് ഭംഗിയോടെ, പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ ഭംഗിയോടുകൂടി നിലനിൽക്കുന്നത്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ സന്ദർശകർക്ക് എപ്പോഴും സ്വാഗതമാണ്. ഒട്ടേറെ മനോഹരമായ കാഴ്ചകൾ. അതെ, നമ്മുടെ പ്രഭാത കേരളത്തിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ഒപ്പം ഒരു വലിയ വാർത്താ ദിനം കൂടിയാണ് ഇന്ന്. കൂടുതൽ വാർത്തകൾ വിശദമായി ന്യൂസ് റൂമിൽ നിന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എല്ലാവർക്കും ശുഭദിനം.